ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്കാണ് അണ്ടർസ്റ്റാൻഡിങ് യുവർ പേഴ്സണാലിറ്റി പാറ്റേൺസ്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി പലപ്പോഴും നമ്മൾ മുഖത്ത് കണ്ണാടി നോക്കുമ്പോഴൊക്കെയാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറം പേഴ്സണാലിറ്റിയെ തിരിച്ചറിയുന്ന ഒത്തിരിയും പാറ്റേണുകളുണ്ട്, ഒത്തിരിയും ടൂളുകളുണ്ട്. നമുക്കറിയാം ഇനിയാഗ്രാം, അതുപോലെ തന്നെ മേയേഴ്സ് ആൻഡ് ബ്രിഡ്ജസ്, TA, ഇതെല്ലാം പേഴ്സണാലിറ്റി ടൂളുകളാണ്. മനോഹരമായ പേഴ്സണാലിറ്റി തിരിച്ചറിയാനും നമ്മുടെ ഒറിജിനൽ പേഴ്സണാലിറ്റിയിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട പേഴ്സണാലിറ്റിയിലേക്ക് എത്താനും ഒക്കെ ഉള്ള ടൂളുകളാണ്. ഇപ്പോൾ ഈ ടൂളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ കൂടുതൽ മെച്ചപ്പെടും, അല്ലേ? 2026 പേഴ്സണാലിറ്റി തലത്തിൽ കൂടുതൽ മെച്ചപ്പെടേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഓമന ടീച്ചറിൽ നിന്ന് പേഴ്സണാലിറ്റിയുടെ കുറേ സൂത്രവാക്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഓമന ടീച്ചറെയും. അവൻ ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ആദ്യം തന്നെ സാബു സാറിന് നന്ദി പറയട്ടെ. ഇങ്ങനെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഇൻസ്റ്റിങ്ക്റ്റ് എനിക്ക് നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പം പിന്നെ അത് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് എന്താ പറയുക, ഒരു പ്രയോജനമില്ലാതെ പോകുമല്ലോ. അപ്പം ഞാൻ എല്ലാവർക്കും, കേൾക്കാൻ ആരുമില്ലെങ്കിൽ അതിലും കേൾക്കാവും, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുലയനൻ സാറേ, നമ്മൾ അവസാനമായിട്ട് കണ്ണാടി നോക്കിയപ്പോഴാണ്? അഡ്മിറ്റ് ചെയ്യും സാർ, അഡ്മിറ്റ് ചെയ്യും. എന്നാ സാറിന് എന്തിനാ കണ്ണാടി? ടീച്ചറെ, ഞാനിപ്പോ അപ്സ്റ്റെയറിലാണ് ഇരിക്കുന്നത്. ഡൗൺ സ്റ്റെയറിൽ വലിയ കണ്ണാടിയൊക്കെ ഉണ്ട്. ചന്തക്കാരനാണെന്നൊക്കെ നോക്കി, ആണെന്ന് ബോധ്യപ്പെട്ടു. സാറ് എന്നതാ നോക്കിയത്? ഉടുപ്പൊക്കെ കറക്റ്റ് ആണോന്നാണോ അതോ? അല്ല, എന്റെ മുഖം, എന്റെ കണ്ണുകൾ ഈ ഉറക്കച്ചവയോടുകൂടിയാണോ കേറുന്നത് എന്ന് കൃത്യമായി നോക്കി ഒന്നുകൂടെ ചെന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി, ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി. മുഖം ഭംഗിയാക്കി. അതെ. സാർ ഹെയർ സ്റ്റൈലാണ് നോക്കിയത് കേട്ടോ, ഹെയർ സ്റ്റൈലാണ് നോക്കിയത് അദ്ദേഹം. ഞാൻ ഒന്നും കിട്ടിയില്ല. ഡോക്ടർ പറഞ്ഞു കേട്ടില്ല. ഹെയർ സ്റ്റൈലാണ് ഉലയനൻ സാർ നോക്കിയത്. ഹെയർ സ്റ്റൈൽ അതിങ്ങനെയാ നോക്കുന്നത്. ഞാന് ചോദിക്കാൻ പോണത്, സ്വന്തം സ്വഭാവം പരിശോധിക്കാൻ നമ്മൾ അവസാനമായി കണ്ണാടി നോക്കിയത് എപ്പോഴാണ്? നമ്മൾ അങ്ങനെ ഒരു സ്വഭാവത്തെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ അതിനുവേണ്ടി സമയം ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ചെരുപ്പ് പോളിഷ് ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാൻ സമയം കളയാറുണ്ട്, ഇല്ലേ? ഏത് ഷർട്ടാണ് ഇടണ്ടേ, അല്ലെങ്കിൽ ഏത് സാരിയാണ് ഉടുക്കണ്ടേ എന്ന് നമ്മൾ ഒത്തിരി ആലോചിക്കും. ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും. ഫോൺ ഓരോ വർഷവും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. നമ്മുടെ ചിന്തകളും പെരുമാറ്റങ്ങളും സ്വഭാവവും റിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം മെനക്കെടാറുണ്ടോ? ടീച്ചറെ, പലപ്പോഴും ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ, ഇന്നലെ ആ മനുഷ്യനോട് പെരുമാറിയത് എത്രത്തോളം ശരിയായി, കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ട്. അതിനനുസരിച്ചുള്ളൊരു ചെറിയ റിഫർമേഷന് ശ്രമവും നടക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ വേണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ പ്ലാറ്റ്ഫോമിലാണേലും ഇവിടെയുള്ളവരൊക്കെ ട്രെയിനേഴ്സും കൗൺസിലേഴ്സും ഒത്തിരി അങ്ങനെ ശ്രദ്ധയുള്ള മനുഷ്യരാണ്. അല്ലാത്ത ആളുകളോട് ഈ ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും സാർ? ആവറേജ് താഴെയുള്ള ആൾക്കാരോട് അവരെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെന്നാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കണ്ണാടിയൊക്കെ നോക്കി. അതെ, എന്താ നോക്കുന്നത്? സ്വഭാവത്തെ പറ്റി അവരെ ആലോചിക്കുക അവർക്ക് അറിയത്തില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമ്മുടെ സ്വഭാവത്തെ പറ്റി ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഭൂരിപക്ഷം ആളുകൾക്കും അറിയാവോ? മറ്റുള്ളവർ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ട് ഞാൻ എന്നൊന്ന് നമ്മൾ തന്നെത്താനൊന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കണ്ണാടി നോക്കുന്നത്. അത് നമ്മുടെ ഷർട്ട് നല്ല ബ്രാൻഡ് ആകുമ്പം അത് ഇട്ടിട്ട് എനിക്ക് ഭംഗിയുണ്ടോ എന്നൊക്കെ അല്ലേ നോക്കുന്നത്? ഷർട്ടും മാത്രമല്ല, മുഖവും ഹെയർ സ്റ്റൈലും ഒക്കെ നോക്കും. അതെ, പിന്നെ പുതിയൊരു ഷർട്ട് മേടിച്ച ഉടനെ ആണെങ്കിൽ ഈ ബ്രാൻഡഡ് ഷർട്ട് ഇട്ടിട്ട് എന്നെ കുറച്ചുകൂടി ഗമേല് തോന്നുമോ?
ഒക്കെയല്ലേ നമ്മൾ നോക്കുന്നത്. ആ വഴിക്കല്ലേ നമ്മൾ നോക്കുന്നത്. നമ്മൾ മീൻസ് ആളുകൾ. ഇപ്പൊ പേഴ്സണാലിറ്റി എന്നത് നമ്മൾ ധരിക്കുന്ന ബ്രാൻഡ് അല്ല. നമ്മുടെ കൂടെ ഇരുന്നവർക്ക് എങ്ങനെ തോന്നുന്നു എന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ചിലർ വന്ന് ഇരുന്ന് ചേറ്റ് പോകുമ്പം പോയി കുട്ടിയെ നന്നായി എന്ന് തോന്നുന്ന ഒരവസ്ഥ. ചിലർ കുറച്ചും കൂടി ഇരുന്നാൽ നല്ലതാണ്, നമുക്ക് കുറച്ചും കൂടെ സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഡിഫറൻസ് ഉണ്ടല്ലോ ആളുകൾ തമ്മിൽ. നമ്മൾ ലുക്സ് നന്നാക്കിയാൽ നമുക്ക് ആളുകളെ ഇംപ്രസ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ ബിഹേവിയർ നന്നായാൽ നമുക്ക് ആളുകളെ ടച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സന്തോഷമുള്ള വാർത്ത എന്നാന്ന് വെച്ചാൽ, പേഴ്സണാലിറ്റി നമ്മൾ ജനിച്ചപ്പോൾ ഫിക്സഡ് ആയി കിട്ടിയതല്ല. നമ്മൾ ജനിക്കുമ്പോൾ കൊണ്ടുവന്നതല്ല നമ്മുടെ പേഴ്സണാലിറ്റി. അത് നമ്മൾ ഓരോ ദിവസവും മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്ന കുറച്ച് വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് ഷെയർ ചെയ്യട്ടെ സാറേ. ചെയ്തോളൂ, കുഴപ്പമില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാധാരണ ആദ്യം ഫോണായിരിക്കും ചിലപ്പം നോക്കുന്നത്. നമ്മൾ മീൻസ് സാധാരണക്കാരൻ. അപ്പം മെസ്സേജ്, നോട്ടിഫിക്കേഷൻ, അങ്ങനെ ഇമെയിലൊക്കെയാണ് ആദ്യമേ ചാടി എഴുന്നേറ്റ് എല്ലാവരും നോക്കുന്നത്. അപ്പം ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മൾ കംപ്ലൈൻറ്റുമായിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പരീക്ഷണം വേണമെങ്കിൽ നടത്തി നോക്കാം. നമുക്ക് ഉള്ളതിനെ കുറിച്ച് നന്ദിയോടെ ഓർത്തുകൊണ്ട് ഓരോ ദിവസവും തുടങ്ങാനുള്ള ഒരു തീരുമാനം. നമ്മൾ മീൻസ് ഈ പറയണ്ട. Parents are the backbone of a family. Show them gratitude. നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സാധാരണ പോലെ ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെ തുടങ്ങാം. Understanding unhealthy personality patterns for emotional well-being. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതാണ്. സ്വയം മനസ്സിലാക്കലാണ് മാനസിക സുഖത്തിലേക്കുള്ള ആദ്യപടി. നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ആദ്യത്തെ കടമ്പ നമ്മൾ സ്വയം മനസ്സിലാക്കലാണ്. അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി പാറ്റേൺസ്, എ ജെന്റിൽ സൈക്കോളജിക്കൽ അവയർനെസ് സെഷൻ. വ്യക്തിത്വത്തിലെ ആവർത്തിക്കുന്ന സ്വഭാവങ്ങളെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഒരാളുടെ പെരുമാറ്റത്തിൽ ആവർത്തിച്ച് കാണുന്ന രീതികൾ, ചില സൈക്കോളജിക്കൽ പാറ്റേൺസ് മനസ്സിലാക്കി നമുക്ക് ഇമോഷണലി സേഫ് ആകാൻ പറ്റും. മനസ്സിലായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. Purpose of this session: to understand personality patterns, to protect emotional health, to build healthy boundaries, not to diagnose or label anyone. ഈ സെഷൻ കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ മാറ്റണമെന്ന ചിന്ത ഉണ്ടാകരുത്. നമ്മളെല്ലാവരും എപ്പോഴും അടുത്തിരിക്കുന്നയാളെ നേരെയാക്കാനാണ് ശ്രമിക്കാറ്. മറിച്ച് സ്വയം സുരക്ഷിതരാകണം എന്ന ക്ലാരിറ്റിയാണ് നമുക്ക് വരേണ്ടത്. What this session is not medical diagnosis, not blaming, not encouraging confrontation.
ഇവിടെ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. നിനക്ക് ഇതാണ്, നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്, നിനക്ക് ഈ സ്വഭാവമാണ് എന്നൊന്നും നമ്മൾ ഒരു ലേബലും നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. അവർ തെറ്റാണ് എന്ന നിലപാട് നമുക്കില്ല. അവളുടെ ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. സ്വയം സുരക്ഷിതമായി മനസ്സിലാക്കാനും സ്വന്തം അതിർത്തികൾ തിരിച്ചറിയാനും സഹായിക്കുന്ന ഒരു ഇന്ററാക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് പേഴ്സണാലിറ്റി? എന്താണ് സർ പേഴ്സണാലിറ്റി? മുമ്പേ ഒരാൾ തലയിരുന്ന കാര്യം പറഞ്ഞായിരുന്നു. റോയ് സാർ ഏതാണ്ട് പറയാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റി നിയന്ത്രിക്കുന്നത്. ശാരീരികമായ രൂപങ്ങളും നമ്മുടെ മാനസികമായ ചില ബിഹേവിയറുകളും മറ്റും എല്ലാം കൂടിയാണ് നമ്മുടെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നത്. പേഴ്സണാലിറ്റി സാർ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇവിടെ എഴുതിയത് ഒന്ന് വായിക്കാം. പേഴ്സണാലിറ്റി ഈസ് എ കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിങ്. ഇറ്റ് ഫോംഡ് ഓവർ മെനി ഇയേഴ്സ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. ഇറ്റ് ഡെവലപ്സ് ഓവർ ടൈം ത്രൂ ജനറ്റിക്സ്, അപ്ബ്രിങ്ങിങ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസസ്. ഈ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫാമിലി, എക്സ്പീരിയൻസസ്, ട്രോമ ഇതെല്ലാം പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരാളുടെ ഒരു ദിവസത്തെ മൂഡല്ല പേഴ്സണാലിറ്റി. നമുക്ക് ഇടയ്ക്ക് ചിലപ്പം മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാം. അത് സമയം കൊണ്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു, ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേപോലെ അല്ല ഫീലിങ്സ് ഉണ്ടാക്കുക, ആണോ? അല്ല. നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, ഇതാണ് പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്നത്. ഈ 3 കാര്യങ്ങളാണ്. ചിന്ത, ആ ഐക്കണിൽ കാണാവോ? ഐക്കൺ കാണാവോ? കാണാം. യെസ്. ചിന്ത പ്ലസ് എമോഷൻസ്, traits, ബിഹേവിയേഴ്സ്, തോട്ട്സ്, behavior, emotions and traits. അതാണ് ട്രെയ്റ്റ്. അതെ. ചിന്ത പ്ലസ് വികാരം പ്ലസ് പെരുമാറ്റം ഈക്വൽ ടു വ്യക്തിത്വം. നമ്മൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് വ്യക്തിത്വം. മേജർ മോഡൽസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പാറ്റേൺസ്. ഒരു പ്രധാനപ്പെട്ട മോഡലാണ്. എല്ലാ സൈക്കോളജിസ്റ്റും വളരെ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ പേര് ബിഗ് 5 എന്നാണ്. അതിന് ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് ഓഷ്യൻ മോഡൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എ വൈഡ്ലി ആക്സെപ്റ്റഡ് ട്രെയ്റ്റ് ബേസ്ഡ് മോഡൽ ഫോക്കസിങ് ഓൺ ഡൈമെൻഷൻസ്. ഒന്നാമത്തേത് ഓപ്പൺനെസ്. ഇമാജിനേറ്റീവ്, ക്യൂരിയസ്. അവർ ഇമാജിനേറ്റീവും ക്യൂരിയസും ആയിരിക്കും ഓപ്പൺനെസ് ഉള്ള ആൾക്കാർ. അവർ പക്ഷേ വേഴ്സസ് പ്രാക്ടിക്കൽ. കോൺഷ്യസ്നെസ്, ഓർഗനൈസ്ഡ്, ഡിസിപ്ലിൻഡ്, പക്ഷെ കെയർലെസ് ആയിരിക്കും. അല്ല, വേഴ്സസ് കെയർലെസ്. ഓപ്പോസിറ്റിലുള്ളവർ കെയർലെസ് ആയിരിക്കും. എക്സ്ട്രാവേർഷൻ, സോഷ്യബിൾ, എനർജറ്റിക് വേഴ്സസ് റിസർവ്ഡ്. എഗ്രിയബിൾനെസ്, കൈൻഡ്, എംപതറ്റിക് വേഴ്സസ് കോമ്പറ്റീറ്റീവ്. അത് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞോളാം. ന്യൂറോട്ടിസിസം, ഇമോഷണലി അൺസ്റ്റേബിൾ, ആങ്ഷ്യസ് വേഴ്സസ് കാം. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സിന്റെ തുറന്ന നില. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിത്വം എന്നാണ് അതിന്റെ മീനിങ്.
ക്രമബദ്ധതയും ഉത്തരവാദിത്വ ബോധവും ഉള്ള സ്വഭാവം. എക്സ്ട്രാവേർഷൻ, മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ ഊർജം കണ്ടെത്തുന്ന സ്വഭാവം. അങ്ങനെ ആളുകളുമായിട്ട് നല്ല മിംഗ്ലിംഗ് ആയിരിക്കും. എഗ്രിയബിൾനെസ്, സഹാനുഭൂതിയും സഹകരണ മനോഭാവമുള്ള സ്വഭാവം. ന്യൂറോട്ടിസിസം, വികാരങ്ങൾ ശക്തമായി അനുഭവപ്പെടുന്ന സ്വഭാവത്തിന്റെ അളവ് അവിടെയുള്ളത് കാണുന്നില്ല. അപ്പൊ മനുഷ്യരുടെ സ്വഭാവം വിവിധ അളവുകളിലാണ് ഉണ്ടാവുക. അതിനു വേണ്ടിയുള്ള അത് മനസ്സിലാക്കാനുള്ള ഒരു മാപ്പാണിത്. ഇതിലേതെങ്കിലും ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതുള്ളവർ മാത്രമേ നല്ലതുള്ളൂ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലേ നന്നാവൂ ഒന്നൊന്നുമില്ല. പിന്നെ ഇതിൽ നല്ലത് ചീത്ത എന്ന് പറയുന്ന പരിപാടി ഇല്ല. ഗുഡും ബാഡും ഇല്ല. ഓരോ വ്യക്തിയിലും കാണുന്ന സ്വഭാവ ഗുണങ്ങളെ തുടർച്ചയായ സ്പെക്ട്രമായി കാണുന്നു. ഒരാൾക്ക് ഒരു ഗുണം ഉണ്ടോ ഇല്ലയോ എന്നല്ല, ആ ഗുണം എത്രമാത്രം പ്രകടമാക്കുന്നു എന്നതാണ് ഇവിടെ പ്രാധാന്യം. ചില ദിവസങ്ങളിൽ ഇന്ന് അയാളുടെ സ്വഭാവം ഒരു മോശമാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലൊക്കെ പെരുമാറിയത് വരും. പക്ഷെ ആവർത്തിച്ച് സ്ഥിരമായി കാണിക്കുന്ന സ്വഭാവമാണ് ശരിക്കുള്ള ആ വ്യക്തിത്വമായി മാറുന്നത്. സ്വഭാവ ഗുണങ്ങളുടെ അളവുകളും വ്യത്യാസങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു വെറും ഫ്രെയിംവർക്കാണിത്. ഇതിന്റെ അളവാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോരുത്തർക്കും ഈ സ്വഭാവത്തിൽ കാണിക്കുന്ന അളവ്. ഇത് ബിഗ് ഫൈവ് തന്നെയാണ്. പേഴ്സണാലിറ്റി ഈസ് എ സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അറിയാലോ, ഇതിന്റെ ഇടയിൽ കൂടെ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. രണ്ടറ്റത്തല്ല ഉണ്ടാവുക, കറുപ്പ് വെളുപ്പ് എന്നല്ല, ഇടയിൽ കുറെ കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ മഴവില്ല് പോലെ. പേഴ്സണാലിറ്റി ഈസ് എ സ്പെക്ട്രം, നോട്ട് ബ്ലാക്ക് ഓർ വൈറ്റ്. വ്യക്തിത്വം ഒരു രേഖയാണ്, രണ്ടറ്റങ്ങൾ. ഒരാളും ഒരു കൃത്യ സ്ഥലത്ത് നിൽക്കുന്നില്ല, മാറി മാറി സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സ്ഥിരമായി ആവർത്തിക്കുന്ന സ്വഭാവം ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ഗുണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ഗുണം എത്രമാത്രം പ്രകടമാക്കുന്നു. സ്ഥിരമായി ഒരേ ഗുണം കാണിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം അതാണ്. പേഴ്സണാലിറ്റി എക്സിസ്റ്റ് ഓൺ എ സ്പെക്ട്രം. നോ ട്രേറ്റ് ഈസ് ഓൾ ഗുഡ് ഓർ ഓൾ ബാഡ്. ബാലൻസ് മാറ്റേഴ്സ്. കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്. സ്ട്രെസ് ക്യാൻ ആംപ്ലിഫൈ ട്രേറ്റ്സ്. ഈ ഐക്കൺ കണ്ടില്ലേ, ഒരു മിങ്കിള് ചെയ്ത ഒരു ചിത്രമാണല്ലോ, ഒരു ട്വിസ്റ്റ് ചെയ്ത ചിത്രം. ഈ ഒരു മരുന്ന് നമുക്ക് ചുമ വന്നു, ചുമയുടെ മരുന്ന്, നല്ല മരുന്ന് നമുക്ക് കിട്ടി. നമ്മളത് എന്തോരം കഴിക്കും സാറേ? ചുമ പെട്ടെന്ന് മാറാൻ വേണ്ടി നമ്മൾ ആ കുപ്പിയോടെ കഴിക്കുമോ? ഇല്ല മാം. അത് കൃത്യ അളവിലല്ലേ നമ്മൾ കഴിക്കുള്ളൂ, നിശ്ചിത അളവിലല്ലേ കഴിക്കുള്ളൂ. അതെ അതെ. അപ്പം നമുക്ക് സുഖം പ്രാപിക്കും. നമ്മൾ കൂടുതൽ കുപ്പിയോടെയൊക്കെ കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഗുണത്തിന് പകരം ദോഷമാണ് ഉണ്ടാവുക. അതുപോലെ സ്വഭാവത്തിൽ ഇംബാലൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ അളവ്, ഈ ഓരോ സ്വഭാവവും കാണിക്കുന്നതിന്റെ അളവിനാണ് പ്രാധാന്യം. കോൺഫിഡൻസ് അധികമായാൽ എന്താവും? അരഗൻസ് ആണ്, അല്ലേ? ശരിയല്ലേ? ഓവർ കോൺഫിഡൻസ് ആയാൽ എടുത്തുചാട്ടം ഉണ്ടാവും, അപകടവും സംഭവിക്കും. ഡിസിപ്ലിൻ അധികമായാലോ? ഡിസിപ്ലിൻ നല്ലതാണ്, ഡിസിപ്ലിൻ അധികമായാലോ? ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ട്. റിജിഡിറ്റി ആയി മാറും അത്. കെയറിങ് അധികമായാലോ? ഓവർ കൺട്രോളിങ് ആവും. അപ്പം ഒരു ട്രേറ്റ്, ഒരു സ്വഭാവവിശേഷം എക്സ്ട്രീമിലേക്ക് പോയാൽ നമ്മളെയും ബാധിക്കും, ചുറ്റുമുള്ളവരെയും ബാധിക്കും. ശരിയല്ലേ? ഈ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ മോശമല്ല, പക്ഷെ ഇംബാലൻസ് ആണ് പ്രശ്നം. ബാലൻസ് ആണ് സ്ട്രെങ്ത്. നമുക്ക് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റണം. ഇംബാലൻസ് ആയാൽ സ്ട്രഗിൾ ആയി മാറും.
ഉപ്പ് ഇടാതെ ഭക്ഷണം കഴിക്കാറുണ്ടോ സാറേ? ഇല്ല മാം. ഉപ്പുണ്ടെങ്കിലേ സാറിന് ഭക്ഷണം ഇഷ്ടമുള്ളൂ. ഉപ്പുള്ള ഭക്ഷണമേ സാറിന് ഇഷ്ടമുള്ളൂ. കൂടുതലായ കഴിക്കില്ല. അപ്പൊ ഉപ്പ് കുറെ അധികം വാരിയിട്ടാലോ? കഴിക്കില്ല. അതുപോലെയാണ് നമ്മുടെ സ്വഭാവം വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വെളിച്ചം പാകത്തിനാണെങ്കിൽ നല്ലതാണ്. ഓവർ വെളിച്ചമായാലും നമുക്ക് കണ്ണു കാണും ഇല്ല. അതേ രീതിയിലാണ് സ്വഭാവത്തിന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് ഞാൻ ഒത്തിരി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു 10 അസുഖങ്ങൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി. ക്ലസ്റ്റർ എ എന്ന് പറഞ്ഞാൽ ഓഡ് ഓർ വിത്ഡ്രോൺ ബിഹേവിയർ പാറ്റേൺസ്. ക്ലസ്റ്റർ ബി ഡ്രമാറ്റിക് ഓർ ഇമ്പൾസീവ് ബിഹേവിയർ പാറ്റേൺസ്. ക്ലസ്റ്റർ സി ആങ്ഷ്യസ് ഓർ ഫിയർഫുൾ ബിഹേവിയർ പാറ്റേൺസ്. ഇത് ഡോക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്ന മേഖലയായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു ചെറിയ സ്റ്റോറി. ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലോക്ക് വളരെ സ്ലോ ആയിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ല. പക്ഷേ കുട്ടികൾ ആ ക്ലോക്കിനനുസരിച്ച് ക്ലോക്കിനനുസരിച്ച് ക്ലാസ് തുടങ്ങി. പക്ഷേ എല്ലാവരും ആ ക്ലോക്കിനനുസരിച്ച് ക്ലാസ്സിൽ വന്നു. സ്ഥിരമായി അങ്ങനെ വന്നു. കുറെ കഴിഞ്ഞപ്പം ആ ക്ലോക്കിന്റെ സമയം തെറ്റാണെന്ന് മനസ്സിലായി. പക്ഷെ കുട്ടികൾക്ക് അത് ശീലമായി. ആ പഴയ സമയത്ത് വരുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി കുട്ടികൾ ആ സമയത്ത് വരുന്ന ഒരു ശീലം ആയിപ്പോയി കുട്ടികൾക്ക്. അപ്പോൾ അത് ആ കുട്ടികളുടെ ഒരു പാറ്റേണായി മാറി. ആ കുട്ടികളുടെ സ്വഭാവത്തിന്റെ ഒരു പാറ്റേണായി മാറി. ആദ്യം അതൊരു തെറ്റായി ചെയ്തു പോയതാണ്. ഒടുവിൽ അത് ശീലമായി. അപ്പം കുട്ടികൾ അതിനനുസരിച്ച് മാറി. തെറ്റായ സിഗ്നലുകൾ നീണ്ടു നിൽക്കുമ്പോൾ ശരിയായ ആളുകളും മാറും ശീലം കൊണ്ട്. അപ്പം ടിവിയുടെ വോളിയം ബട്ടൺ പോലെയാണ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. നമ്മൾ ലോയും ഓഫും മാത്രമാണോ സാറേ ഉള്ളത്? ഓഫും ഓണും മാത്രമാണോ ടിവിയുടെ ബട്ടൺ ഉള്ളത്? അല്ലല്ലോ. ഓഫാക്കിയാ കേൾക്കൂല. ഈ ടിവിയുടെ ബട്ടൺ അല്ല പേഴ്സണാലിറ്റി ട്രെയ്റ്റ്. നമ്മൾ ശബ്ദം ക്രമീകരിക്കുന്നുണ്ടല്ലോ സാർ, ഇല്ലേ? കറക്റ്റ് നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള രീതിയിലേക്ക് നമ്മൾ ടിവിയുടെ സൗണ്ട് ക്രമീകരിക്കാറില്ലേ? റൈറ്റ് വോളിയം നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പം വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഓൺ ഓഫ് അല്ല, ശബ്ദത്തിന്റെ വോളിയം കൂടുകയും കുറയുകയും ചെയ്യുന്ന പോലെയാണ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം. ഹെൽത്തി പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. ഇനിയിപ്പോൾ നമ്മുടെ ഹെൽത്തി പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എമ്പതി, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ കഴിയുന്നതാണ് എമ്പതി. അക്കൗണ്ടബിലിറ്റി, സ്വന്തം പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥ. ഇമോഷണൽ റെഗുലേഷൻ, വികാരങ്ങളെ അടിച്ചമർത്താതെ നിയന്ത്രിക്കാൻ കഴിയുക. വികാരങ്ങളെ അടിച്ചമർത്തുന്നതും നിയന്ത്രിക്കുന്നതും രണ്ടല്ലേ? അല്ലേ സാറേ? അതെ അതെ. അതെ സാർ, രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മൾ വികാരങ്ങളെ അടിച്ചമർത്താതെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ഇമോഷണൽ റെഗുലേഷൻ. റെസ്പെക്ട് ഫോർ അതേഴ്സ്, വ്യത്യാസങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവരെ ബഹുമാനിക്കുക. കപ്പാസിറ്റി ടു ചേഞ്ച്, പഠിച്ചു മാറാൻ തയ്യാറായിരിക്കുന്ന മനോഭാവം. ഹെൽത്തി പേഴ്സണാലിറ്റി എന്നത് പ്രാക്ടീസ് ചെയ്യാവുന്ന ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഇത്രയാണോ എഴുതിയെന്നേ ഉള്ളൂ.
ഇനിയും വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഡെവലപ്പിംഗ് ഇതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുക. ഇതൊന്നും പെർഫെക്ഷൻ അല്ല. ഇപ്പൊ ഈ ഒരാൾക്ക് ഭയങ്കര എമ്പതി ഉണ്ടെന്ന് വെച്ചാൽ അയാൾ വലിയ പെർഫെക്റ്റ് സ്വഭാവമുള്ള ആളാണോ? അപ്പൊ അയാൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ ആരും സ്ട്രോങ്ങും വീക്കും അല്ല. നമുക്ക് അയാൾ വളരെ സ്ട്രോങ് ആണ്, അയാൾ ഭയങ്കര വീക്കാണെന്ന് ഒരു പ്രവൃത്തി കണ്ടിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. പറ്റുമോ? നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. കറക്റ്റ് റോങ് എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റില്ല. ഒരാളെ നമ്മൾ അങ്ങനെ കൃത്യമായി ലേബൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ചിലർ കൂടുതൽ സംസാരിക്കും, ഭയങ്കര സംസാര പ്രിയനായിരിക്കും ചിലര്. അപ്പൊ അവരെ അപ്പൊ തന്നെ നമ്മൾ തീരുമാനം എടുക്കും, അവരിങ്ങനെയാണ്. അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. ടെമ്പററി ബിഹേവിയർ വേഴ്സസ് പാറ്റേൺ. ആളുകൾക്ക് പാറ്റേണും ഉണ്ട്, ടെമ്പററി ബിഹേവിയറും ഉണ്ട്. എവരി വൺ ഹാസ് ബാഡ് ഡേയ്സ്. എല്ലാവർക്കും ചിലപ്പോൾ മോശം ദിവസങ്ങൾ ഉണ്ടാകാം, അല്ലെ? മോശമായി ചില ദിവസം നമ്മളെല്ലാം മൂഡ് പോയി മോശമായി പെരുമാറി പോകാറില്ലേ ചില ദിവസം, എന്ത് കാര്യത്തിനും, അല്ലേ സർ? നമ്മുടെ പാറ്റേൺസ് റിപ്പീറ്റ് ഓവർ ടൈം. പാറ്റേൺസ് അഫക്റ്റ് റിലേഷൻഷിപ്സ്. പാറ്റേൺസ് റെസിസ്റ്റ് ഫീഡ്ബാക്ക്. ചില പെരുമാറ്റങ്ങൾ സ്ഥിരമായി വീണ്ടും വീണ്ടും കാണും, അതാണ് പാറ്റേൺസ്. പാറ്റേൺസ് അഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇങ്ങനെയുള്ള പാറ്റേൺ ഉള്ളവരെ കൂടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, അത് റിലേഷൻഷിപ്പിനെ ബാധിക്കും. പാറ്റേൺസ് റെസിസ്റ്റ് ഫീഡ്ബാക്ക്. എത്ര ഫീഡ്ബാക്ക് ലഭിച്ചാലും ചില ആളുകൾ മാറാൻ തയ്യാറാകുകയില്ല, അവർക്ക് മാറാൻ പറ്റില്ല. പാറ്റേൺസ് എക്സ്പ്ലെയിൻസ് ബിഹേവിയർ, നോട്ട് ഡെസ്റ്റിനി. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ മാറുകയില്ല എന്ന് ഇതിൻ്റെ അകത്തുനിന്ന് അർത്ഥമില്ല. നമുക്ക് ശ്രമിച്ചാൽ ഏത് പേഴ്സണാലിറ്റി ഡിസോർഡറും മാറ്റിയെടുക്കാൻ പറ്റും. പോസ് ബിഫോർ മേക്കിംഗ് പെർമനന്റ് ഡിസിഷൻസ് ഡ്യൂറിങ് ഇൻറ്റൻസ് ഇമോഷൻസ്. അങ്ങനെ നമ്മൾ പോസ് ചെയ്യണം. ഒരു തിരക്കിലും ദേഷ്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ചില ആളുകൾ വളരെ പതുക്കെ മാറുന്നു, ചില ആളുകൾ പെട്ടെന്ന് മാറും. ചിലവർക്ക് സപ്പോർട്ട് വേണം. പക്ഷെ ചേഞ്ച് എപ്പോഴും ഇൻസൈറ്റ് ഉള്ളവർക്കേ ചേഞ്ച് ഉണ്ടാകാൻ പറ്റും. ഹെൽപ്പ് കിട്ടണം ചിലർക്ക്. പാറ്റേൺസ് ക്യാൻ ചേഞ്ച് വിത്ത് അവയർനെസ് ആൻഡ് സപ്പോർട്ട്. പാറ്റേൺസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവയർനെസ്, ആദ്യം ആളിന് അവയർനെസ് ഉണ്ടാകണം, പിന്നെ സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം, അല്ലെ എടുക്കണം. ബോധവും പിന്തുണയും ഉണ്ടെങ്കിൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് മാറ്റിയെടുക്കാൻ പറ്റും. വെൻ പേഴ്സണാലിറ്റി ബിക്കംസ് എ പ്രോബ്ലം. എപ്പോഴാണ് ഈ പേഴ്സണാലിറ്റി പ്രോബ്ലം ആകുന്നത്? പ്രോബ്ലംസ് മേ അറൈസ് വെൻ ട്രെയ്റ്റ്സ് ബിക്കം റിജിഡ്. ഒരു ബലപ്പിടുത്തമുള്ള ഒരു ട്രെയ്റ്റ് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ പേഴ്സണാലിറ്റി പ്രോബ്ലമായി മാറി. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മോശം എന്നർത്ഥമില്ല. അവർക്ക് ഫ്ലെക്സിബിൾ ആകാൻ കഴിയണം. പാറ്റേൺസ് ബിക്കം റെപ്പറ്റേറ്റീവ് ഓവർ ടൈം. എപ്പോഴും ഒരേ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് പെരുമാറുക. ബിഹേവിയർ ബിഗിൻസ് ടു ഹാം റിലേഷൻഷിപ്സ്. ഫീഡ്ബാക്ക് ആൻഡ് റിഫ്ലക്ഷൻ ആർ റെസിസ്റ്റഡ്. നമ്മൾ പറഞ്ഞതാണ്. റിജിഡ് ട്രെയ്റ്റ് ആകുമ്പം ഫ്രിക്ഷൻ ഉണ്ടാകും. സം പാറ്റേൺസ് ഹേർട്ട് റിലേഷൻഷിപ്സ്. സ്വഭാവ ഗുണങ്ങൾ മാറാത്തതും ഒരേ രീതിയിൽ ആവർത്തിക്കുന്നതും ബന്ധങ്ങളെ വേദനിപ്പിക്കാനും ആളുകളെ ക്ഷതപ്പെടുത്താനും തുടങ്ങുന്നതാണ് പ്രശ്നമായി മാറുന്നത്. അപ്പോഴാണ് പ്രശ്നമാകുന്നത്. ഇവിടെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പാറ്റേൺ നമ്മൾക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ. ദിസ് ഈസ് അബൌട്ട് ബിഹേവിയർ പാറ്റേൺസ്, നോട്ട് എ പേഴ്സൺസ് വർത്ത്.
സ്വഭാവ ഗുണങ്ങൾ കടുപ്പമാകുമ്പോൾ അവ പ്രശ്നങ്ങളായി മാറാം. അൺഹെൽത്തി പേഴ്സണാലിറ്റി പാറ്റേൺസ്, ലാക്ക് ഓഫ് എമ്പതി, ഇതൊക്കെ ചില സമയങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകാവുന്നതാണ് കേട്ടോ. ലാക്ക് ഓഫ് എമ്പതി, മാനിപ്പുലേറ്റഡ് ബിഹേവിയേഴ്സ്, റിപ്പീറ്റഡ് ഡിസോണസ്റ്റി, ബ്ലെയിം ഷിഫ്റ്റിംഗ്, നീഡ് ഓഫ് ഫോർ കൺട്രോൾ ആൻഡ് ഡോമിനേഷൻ ഇൻ റിലേഷൻഷിപ്സ്. ഇത് ഈ സ്വഭാവങ്ങളൊക്കെ ലാക്ക് ഓഫ് എമ്പതി അറിയാം, മാനിപ്പുലേറ്റഡ് ബിഹേവിയേഴ്സ്, റിപ്പീറ്റഡ് ഡിസോണസ്റ്റി, ബ്ലെയിം ഷിഫ്റ്റിംഗ്. ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് അടുത്ത് നിൽക്കുന്നതിൻ്റെ തലയിലോട്ട് വെക്കുക. അവർ കാരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ, അല്ലേ സാറേ? നീഡ് ഫോർ കൺട്രോൾ ആൻഡ് ഡോമിനേഷൻ ഇൻ റിലേഷൻസ്, അവർക്ക് റിലേഷൻഷിപ്പിൽ ഭയങ്കര കൺട്രോൾ വേണം, അവരുടെ കൺട്രോളിലായിരിക്കണം എല്ലാം. ദീസ് ആർ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ നോട്ട് എ ഡയഗ്നോസിസ്, ആവർത്തിക്കുന്ന പെരുമാറ്റ മാതൃകകളെ കാണിച്ചെന്നേ ഉള്ളൂ. വൈ വി മിസ് റെഡ് ഫ്ലാഗ്സ് ഏർലി? എന്തുകൊണ്ടാണ് നമ്മൾ റെഡ് ഫ്ലാഗ്സിനെ നേരത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒന്ന്, ഹോപ്പ്. നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല നമ്മൾ റെഡ് ഫ്ലാഗ്സ് നേരത്തെ കാണാത്തത്, കണ്ണടച്ചത് കൊണ്ടുമല്ല. മനുഷ്യ സഹജമായ ഹോപ്പാണ് നമുക്ക്. എന്താണ് നമ്മുടെ ഹോപ്പ്? ഇത് മാറും, ഒരു പ്രാവശ്യം അങ്ങനെ കാണിച്ചെന്നോർത്ത് സാരമില്ല, മാറിക്കോളും എന്ന് വിചാരിക്കാറില്ലേ? കുട്ടികളുടെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും നമ്മൾ അങ്ങനെ വിചാരിക്കാറില്ലേ? റോയി സാറേ, ഉള്ളന സാറേ? പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ റോഡിലെ സിഗ്നൽ, ഈ നമ്പർ അത് അടുത്തത് മാറും എന്നൊരു സെൻസ് ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോയി ആക്സിഡന്റ് ആവുന്ന പല അവസ്ഥകളുണ്ട്. നമ്മുടെ കയ്യിലല്ല, ടൈം കൃത്യമായി ഇതെപ്പം മാറും, പക്ഷെ അതിനിടയ്ക്ക് ഒരു മഞ്ഞ കൂടി വരാനുണ്ട് എന്ന് ചിന്തിക്കുന്ന നേരിട്ട് പോകുന്ന അവസ്ഥയും അപകടം സ്വീകരിക്കുന്ന അവസ്ഥയുമുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ കുട്ടികളുടെ കാര്യത്തിലും നമ്മുടെ അശ്രദ്ധമായ അവരോടുള്ള പെരുമാറ്റം അപകടത്തിലേക്ക് എത്തിക്കും. അത് നമ്മുടെ ഹോപ്പാണ് ഇത് മാറും എന്നുള്ള ഒരു ഹോപ്പാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലേ? താങ്ക് യു സാർ. പ്രതീക്ഷ നല്ലതാണ്, പക്ഷെ പാറ്റേൺ കാണാതെ പോകുന്നത് അപകടം ഉണ്ടാക്കും, ശരിയല്ലേ? രണ്ടാമത്തേത് എമ്പതി. നമ്മുടെ നല്ല ഗുണമാണ് എമ്പതി. നമ്മൾ വിചാരിക്കും അവന് അമ്മ ഇല്ലാത്തതാ കേട്ടോടാ, അവന് അമ്മയില്ലാത്തതാ, അപ്പൊ അവനെ സാരമില്ലാന്ന് വെക്കാം നമുക്ക്, അല്ലെങ്കിൽ അവന് അച്ഛന് സുഖമില്ലാത്തതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ന്യായീകരിച്ച് വിചാരിക്കാറില്ലേ പലരെ പറ്റി, സുഹൃത്തുക്കളെ പറ്റിയാണെങ്കിലും. അങ്ങനെ പല അവസരങ്ങളിലും നമ്മൾ അങ്ങനെ ഓർക്കാറുണ്ട്. അങ്ങനെ ഓർക്കുന്നതും നമ്മൾ ഈ റെഡ് ഫ്ലാഗ് കാണാതിരിക്കുന്നതിന് കാരണമാകും. സോഷ്യൽ കണ്ടീഷനിങ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ടോളറേറ്റ് ചെയ്യാനാണ്. സഹിക്കണം, മിണ്ടാതിരിക്കണം, സംഘർഷം ഒഴിവാക്കണം, കുടുംബ ബന്ധം നിലനിർത്തണം, ഇങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സഹിക്കാനല്ലേ നമ്മളെ പഠിപ്പിച്ചത്. അതും നമ്മൾ റെഡ് ഫ്ലാഗ് കാണാതിരിക്കുന്നതിന്റെ കാരണമാണ്. ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ്. ഇപ്പൊ നമ്മൾ ഇതൊന്നങ്ങ് ചോദിച്ചാൽ ഉടനെ അവർക്ക് ദേഷ്യം വരും, പിന്നെ പ്രശ്നമാകും, ഒച്ച വെക്കും, നമ്മുടെ ഈ സന്തോഷം പോകും. നമ്മളൊരു അതിര് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വാദിച്ചാൽ ബന്ധം തകരുമോ? അപ്പൊ എത്ര ചുവപ്പ് കൊടി കണ്ടാലും ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും. ഈ മിണ്ടാതിരിക്കുന്നതാണ് മിസ്സിങ് റെഡ് ഫ്ലാഗ്സ് ഈസ് ഹ്യൂമൻ. നമ്മൾ നല്ലവരായതുകൊണ്ടാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്, ശരിയല്ലേ? നമുക്ക് വിവരം ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ മിണ്ടാതിരിക്കുന്നത്, ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ മിണ്ടാതിരിക്കുന്നത്. റിപ്പീറ്റിംഗ് പാറ്റേൺസ് ഡെസ്പൈറ്റ് അവയർനെസ് ഈസ് വേർ റിസ്ക് ബിഗിൻസ്. അപ്പം അവരത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവിടെയാണ് റിസ്ക്. ഇത് നമ്മുടെ ദൗർബല്യമല്ല, മനുഷ്യ സ്വഭാവമാണ്. വാട്ട് ഹീലിംഗ് ആക്ച്വലി ലുക്സ് ലൈക്ക്. ക്ലാരിറ്റി നോട്ട് റെവഞ്ച് എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുവല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് നടക്കുന്നതെന്ന്
നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റണം. ശരിയല്ലേ? ഡിസ്റ്റൻസ് നോട്ട് ഡ്രാമ. അകലം പാലിക്കുകയും ആവശ്യമില്ലാത്ത നമ്മൾ അകലം പാലിക്കണം, ആവശ്യമില്ലാത്ത നാടകങ്ങളിൽ കുടുങ്ങാതിരിക്കണം. അപ്പം അവർ തനിയെ ഹീലായിക്കോളും. സപ്പോർട്ട് നോട്ട് ഐസൊലേഷൻ. സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കണം. വിശ്വസിക്കാവുന്ന പിന്തുണ സ്വീകരിക്കാനുള്ള ധൈര്യം അവരവരും കാണിക്കണം, സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ. സെൽഫ് ട്രസ്റ്റ് നോട്ട് സെൽഫ് ബ്ലെയിം. സ്വയം കുറ്റപ്പെടുത്താതെ സ്വന്തം അനുഭവങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങണം. അങ്ങനെ സ്വന്തം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് തന്നെ ബോധമുണ്ടെങ്കിലേ ഹീലിംഗ് നടക്കുള്ളൂ. ഹീലിംഗ് ഈസ് നോട്ട് ബിക്കമിങ് ബിറ്റർ, ഇറ്റ് ഈസ് ബിക്കമിങ് ക്ലിയർ. നമ്മൾ കടുപ്പമാകുമല്ല ചെയ്യേണ്ടത്, നമ്മൾ ക്ലിയർ ആകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഹീലിംഗ് തുടങ്ങുന്നത് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ചോദിക്കുന്നതിൽ നിന്നാണ്. ഇപ്പോൾ ഒരു ചെറിയ ഡിസോർഡർ ഉണ്ടെന്ന് മനസ്സിലായാൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നതിൽ നിന്നാണ് ഹീലിംഗ് തുടങ്ങുന്നത്. ഹീലിംഗ് ഈസ് ടേണിങ് അറ്റൻഷൻ ഇൻവേർഡ്. നമ്മൾ അകത്തേക്ക് നോക്കണം, നമ്മുടെ അകത്തേക്ക് നോക്കണം. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എന്ത് മാറ്റമാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ അകത്തോട്ട് നോക്കണം. മറ്റുള്ളവരെ ഈ ഹീലിംഗ് നടക്കാതിരിക്കുന്നത് മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്, ഞാൻ വളരെ ശരിയാണ്, കുറ്റം മുഴുവൻ മറ്റേ ആൾക്കാണെന്ന് കടുംപിടുത്തം പിടിക്കുമ്പോഴല്ലേ നമുക്ക് ഹീലിംഗ് ഇല്ലാതെ വരുന്നത്. അല്ലേ സാറേ? റോയ് സാറേ, നമുക്ക് ആദ്യം അവെയർ ആകണം. ശരിയല്ലേ? അപ്പം നമ്മൾ സ്വയം പഴിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടുത്ത നടപടി നമ്മൾ സ്വീകരിക്കണം. ഹീലിംഗ് ഈസ് നോട്ട് ബിക്കമിങ് ബിറ്റർ, ഇറ്റ് ഈസ് ബിക്കമിങ് ക്ലിയർ. സുഖം വരുന്നത് കഠിനമാകുന്നതിലൂടെയല്ല, വ്യക്തത ലഭിക്കുന്നതിലൂടെയാണ്. ഇമ്പോർട്ടൻറ്റ് റിമൈൻഡർ: അണ്ടർസ്റ്റാൻഡിങ് ഈസ് നോട്ട് ദ സെയിം ആസ് ടോളറേറ്റിംഗ്. ഒരാളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അയാളെ ടോളറേറ്റ് ചെയ്യലല്ല. എല്ലാം സഹിക്കുന്നതല്ല മനസ്സിലാക്കുക. ശരിയല്ലേ? കരുണ എന്നത് സ്വന്തം ആത്മാഭിമാനം ബലി കൊടുക്കലല്ല. കമ്പാഷൻ ഡസ് നോട്ട് മീൻ സെൽഫ് സാക്രിഫൈസ്. തെറ്റായ പെരുമാറ്റം സഹിക്കുന്നതിലൂടെ ടോളറേറ്റിംഗ് ബാഡ് ബിഹേവിയർ ഈസ് നോട്ട് ദ വേ വി ഹെൽപ്പ് പീപ്പിൾ ടു ഡു ബെറ്റർ. തെറ്റായ പെരുമാറ്റം സഹിക്കുന്നതിലൂടെ നമ്മൾ ആരെയും നല്ലവരാക്കുന്നില്ല, വളം വെച്ച് കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ. അല്ലേ സാറേ? മോശം മനസ്സുകൊണ്ടല്ല, അകത്ത് അവബോധം വളർന്നിട്ടില്ലാത്തത് കൊണ്ടാണ്, പശ്ചാത്താപമില്ലാതെ പഠിച്ച പാറ്റേൺസിൽ കുടുങ്ങുന്നതാണ് അവർ. ഈ ഡിസോർഡറിനെ പറ്റിയാണ്. വൈ സം പീപ്പിൾ ഡോണ്ട് ചേഞ്ച്. എന്തുകൊണ്ടാണ് ചില ആളുകൾ ഒട്ടും മാറാത്തത്? നോ ഇൻസൈറ്റ്. അവർക്ക് അവരെ പറ്റി യാതൊരു അവബോധവും ഇല്ല. അവർക്ക് അവബോധം വളർന്നിട്ടില്ല. അവരുടെ മനസ്സ് മോശമായിട്ടല്ല അവര് മാറാത്തത്, അവർക്ക് അവബോധമില്ല. ശരിയല്ലേ സാറേ? മനസ്സിലാക്കിയിട്ടില്ല. നോ റിമോഴ്സ്. പശ്ചാത്താപമില്ല. ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ. മറ്റുള്ളവരുടെ മേലെയുള്ള കൺട്രോൾ പോകുന്നുള്ള പേടിയുണ്ടാവും. റിപ്പീറ്റിംഗ് ലേൺഡ് പാറ്റേൺസ്. അവർ പഠിച്ച പാറ്റേണിൽ കുടുങ്ങിപ്പോകുന്നതാണ്. മാറ്റം സംഭവിക്കാൻ ആദ്യം സ്വയം തിരിച്ചറിയൽ വേണം. മാറണമെന്ന് ആദ്യം അവനവൻ വിചാരിക്കാതെ മാറും. അവനവൻ മാറണമെന്ന് വിചാരിക്കണമെങ്കിൽ തിരിച്ചറിയണം. ഇമ്പാക്റ്റ് ഓൺ അതേഴ്സ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്. ഇമോഷണൽ കൺഫ്യൂഷൻ
ഏത് ആണ് തെറ്റ്, ഏതാണ് ശരി എന്ന് അറിയാത്ത ഒരു ആശയക്കുഴപ്പം മറ്റുള്ളവർക്കുണ്ടാകും. സെൽഫ് ഡൗട്ട്, തന്നെ തന്നെ സംശയിക്കാൻ തുടങ്ങും കൂടെയുള്ളവർ. ആങ്സൈറ്റി ആൻഡ് ഫിയർ, സ്ഥിരമായ ഭയവും ഉത്കണ്ഠയും, കാരണം പ്രശ്നം ഉണ്ടാകാതെ ജീവിക്കണ്ടേ. ലോസ് ഓഫ് കോൺഫിഡൻസ്, അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. സ്വന്തം കഴിവുകളിലെ വിശ്വാസം നഷ്ടപ്പെടുത്തുക ആണ് അവർ ചെയ്യുന്നത്, ഈ കൂടെയുള്ളവർ. ഇത്തരം പെരുമാറ്റങ്ങൾ അടുത്തുള്ളവരിൽ മാനസിക ആശയക്കുഴപ്പം, സ്വയം സംശയം, ഭയം, ആകുലത, സ്വവിശ്വാസത്തിന്റെ കുറവ് എന്നിവയ്ക്ക് കാരണമാകും. ഹൗ ഇറ്റ് സ്ലോലി ചേഞ്ചസ്. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാറ്റമല്ല ഇത്. വി സ്റ്റാർട്ട് ഡൗട്ടിങ് അവേഴ്സെൽസ്, വി ഓവർ എക്സ്പ്ലെയിൻ, നമ്മൾ അവരോട് കൂടുതൽ വിശദീകരിച്ചുകൊണ്ടിരിക്കും. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കും. വി അപ്പോളജൈസ് എക്സസീവ്ലി, നമ്മൾ ആവശ്യത്തിൽ കൂടുതലും ക്ഷമ പറഞ്ഞ് സോറി പറഞ്ഞ് അവരെ സ്പെസിഫൈ ചെയ്യാൻ നോക്കും. ഇല്ലേ സാറേ? ശരിയല്ലേ? വി ഫീൽ ഗിൽറ്റി ഫോർ സെറ്റിംഗ് ബൗണ്ടറീസ്, നമ്മൾ ബൗണ്ടറി വെച്ചത് മോശമായോ എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. മാറ്റം പതുക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് മാറ്റി തുടങ്ങും. ആ കൂടെയുള്ളവരെ അവരുടെയും മാനസിക നില തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. യു ആർ നോട്ട് ബോൺ കോൺഫിഡൻറ്റ്, നമ്മൾ കോൺഫിഡൻ്റ് ആയി ജനിക്കുന്നതല്ല. യു ട്രെയിൻ യുവർ ബ്രെയിൻ ടു ബിക്കം കോൺഫിഡൻറ്റ്. ശരിയല്ലേ സാറേ? യു ഹാവ് ടു ട്രെയിൻ അവർ ബ്രെയിൻ. ആത്മവിശ്വാസം ജന്മസിദ്ധമല്ല, നമ്മൾ തലച്ചോറിനെ പരിശീലിപ്പിച്ചാണ് അത് വളർത്തുന്നത്. എമ്പതി എന്ന് പറയുന്നത് സെൽഫ് നെഗ്ലക്റ്റ് അല്ല. കരുണ എന്ന് പറയുന്നത് സ്വയം മറക്കലല്ല. അവരവരെ ഒഴിവാക്കിയിട്ടല്ല മറ്റുള്ളവർക്ക് കരുണ കാണിക്കുന്നത്. ലൈഫ് ഈസ് ബെറ്റർ വെൻ യു തിങ്ക് അബൌട്ട് ഹൗ യുവർ ആക്ഷൻസ് വിൽ അഫക്റ്റ് അതേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഹൗ യുവർ ആക്ഷൻസ് വിൽ അഫക്റ്റ് യു. Life is better when you think about how your actions will affect others. ഈ ഡിസോർഡർ ഉള്ള ആളുകൾ അവരുടെ ആക്ഷൻ അവരവരെ ബാധിക്കുന്നതേ ചിന്തിക്കുന്നുള്ളൂ, അടുത്ത് നിൽക്കുന്നയാളെ ബാധിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ശരിയല്ലേ റോയ് സാറേ? റോയ് സാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയെത്തു. ശരിയാണ്. സ്വയം മറക്കണം എന്നല്ല പറയുന്നത്. സ്വന്തം മാനസിക ആരോഗ്യവും അതിരുകളും സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല. ഗ്യാസ് ലൈറ്റിംഗ് എ കോമൺ പാറ്റേൺ. ഇങ്ങനെയുള്ള ഡിസോർഡറിലെ ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഗ്യാസ് ലൈറ്റിംഗ്. എ റിപ്പീറ്റഡ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ വേർ എ പേഴ്സൺ സ്ലോലി ബിഗിൻസ് ടു ഡൗട്ട് ദർ ഓൺ മെമ്മറി, പെർസെപ്ഷൻ ഓർ ജഡ്ജ്മെന്റ്. ആവർത്തിച്ച് സംഭവിക്കുമ്പോൾ സ്വന്തം ഓർമ്മയെയും അനുഭവങ്ങളെയും ഒരാൾ സംശയിക്കാൻ തുടങ്ങുന്ന ഒരു രീതിയാണിത്. അപ്പുറത്തിരിക്കുന്നയാൾക്ക് ഗ്യാസ് ലൈറ്റിംഗ് സ്വഭാവമാണ്, ഇപ്പുറത്തിരിക്കുന്നയാൾ ഇവിടെ ബുദ്ധിമുട്ടാണ്. ഒറ്റ വഴക്കല്ല, സമയം കൊണ്ടാണ് ഇത് സംഭവപ്പെടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഈ ബുദ്ധിമുട്ട് വരില്ല, സ്ഥിരമായി ആകുമ്പോഴാണ്. സോ ആദ്യം തിരിച്ചറിയാൻ കഴിയില്ല. ആദ്യം ഇത് തിരിച്ചറിയുന്നില്ല ആരും, കൂടെയുള്ളവർ തിരിച്ചറിയുന്നില്ല. ഇവിടെയും നമ്മൾ മനസ്സിലാക്കുന്നത് പാറ്റേൺ ആണ്. ഇതും നമ്മളൊരു പാറ്റേൺ മനസ്സിലാക്കുകയാണ്. ഗ്യാസ് ലൈറ്റിംഗ് ഒരു പാറ്റേൺ ആണ്. വാട്ട് ഹെൽപ്സ്, സഹായം, എങ്ങനെ നമ്മൾ സഹായിക്കാം. അവയർനെസ്, ആദ്യം വേണ്ടത് അവയർനെസ് ആണ്. നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പേര് വിളിച്ച് തിരിച്ചറിയാൻ പറ്റണം. ശരിയല്ലേ? ഇമോഷണൽ ബൗണ്ടറീസ്, എല്ലാ വികാരങ്ങളെയും നമ്മൾ ചുമക്കേണ്ടതില്ല. വരുന്ന എല്ലാ വികാരങ്ങളും നമ്മളെടുത്ത് തലയിലോട്ട് വെക്കണ്ട, അതൊന്നും മുഴുവനൊന്നും പ്രകടിപ്പിക്കുകയും വേണ്ട. സപ്പോർട്ട് സിസ്റ്റം, ഒറ്റയ്ക്ക് ഹീലിംഗ് നടക്കില്ല എങ്കിൽ ഒറ്റയ്ക്കല്ല, വിശ്വസിക്കാവുന്ന ഒരാളെ, സേഫ് സ്പേസ്, ഫാമിലി ഓർ ഫ്രണ്ട് ഓർ പ്രൊഫഷണൽ, ആരെയെങ്കിലും നമ്മൾ സമീപിക്കാൻ തയ്യാറാകണം. ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. സെൽഫ് കെയർ, സെൽഫ് കെയർ ഒരു ലക്ഷറി ആയിട്ടാണ് പണ്ടൊക്കെ കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഈ സെൽഫ് കെയർ ഒരു ലക്ഷറി അല്ല, അത് നമ്മളെ തന്നെ റിപ്പയർ ചെയ്യുന്നതാണ്, നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതിൽ പെട്ടത് നമുക്ക്
ഉലയനാഥൻ സാറൊക്കെ എപ്പോഴും പറയുന്നതാണ്, ഉറക്കം, ഭക്ഷണം, ശ്വാസം, സൈലൻസ്, നെർവസ് സിസ്റ്റം, എല്ലാം നെർവസ് സിസ്റ്റം ശാന്തമാക്കാൻ പറ്റുന്ന എല്ലാ ടൂൾസും നമ്മൾ ഉപയോഗിക്കണം. പരിഹാരം ഒരു മാജിക് അല്ല, ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. തുടർച്ചയായി ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാകും. ശരിയല്ലേ? അത് കണ്ടിന്യൂസ് ആക്ഷൻ ആണ് മാം, തുടർച്ചയാവണം. ചെയ്യുന്നതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പെട്ടെന്നൊന്നും മാറ്റം നമ്മൾ കാണുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആകുമ്പോൾ മാറ്റം ഉണ്ടാകും. മാറ്റം തുടങ്ങുന്നത് അവബോധത്തിലും അതിരുകളിലും സ്വയം പരിചരണത്തിലുമാണ്. ഹെൽത്തി ബൗണ്ടറീസ്. ബൗണ്ടറീസ് ആർ നോട്ട് പണിഷ്മെന്റ്സ്. നമ്മൾ ബൗണ്ടറി വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് പണിഷ്മെന്റ് അല്ല. നോട്ട് അബൌട്ട് ഹേർട്ടിങ്, ദേ ആർ സെൽഫ് പ്രൊട്ടക്ഷൻ. നമ്മളൊരാളെ പാഠം പഠിപ്പിക്കാനല്ല ബൗണ്ടറി വെക്കുന്നത്, റിജക്റ്റ് ചെയ്യാനല്ല ബൗണ്ടറി വെക്കുന്നത്. ഇതൊരു റിവഞ്ചും അല്ല. ഇറ്റ് ഈസ് നോട്ട് ആങ്കർ. ബൗണ്ടറീസ് ദ കീ ടു പ്രൊട്ടക്ഷൻ, കണക്ഷൻ ആൻഡ് സെൽഫ് വർത്ത്. നമ്മൾ ആരെയും എവിടും ദേഷ്യപ്പെടാനല്ല, അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ബൗണ്ടറി വെക്കുന്നത്. ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഈ കിണറിന് എന്തിനാ സാറേ നമ്മളൊരു ഭിത്തി കെട്ടുന്നത്? അതൊരു ബൗണ്ടറി അല്ലേ കിണറിന്റെ? നമ്മളും മറ്റുള്ളവരും അതിനകത്തോട്ട് പെടേണ്ട, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ബൗണ്ടറി കെട്ടുകയാണ്. പോസിറ്റീവ് ആണ് അത്. അതെ. അപ്പൊ ആ ബൗണ്ടറിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിലേക്ക് ചാടണ്ട. നമ്മളെന്നല്ല, ആരും വന്ന് അതിലേക്ക് ചാടണ്ട. നമ്മൾ വീടിന് വേലി കെട്ടുന്നില്ലേ? വീടിന് എന്തിനാ സാറേ വേലി? ഔട്ടർ ഒരാൾ ഇതിലേക്ക് എൻട്രി ആവശ്യമില്ല വിത്തൗട്ട് പെർമിഷൻ. നമ്മുടെ അതുപോലെ സ്വകാര്യത അത്രേ നമ്മൾ ബൗണ്ടറി എന്ന് പറയുമ്പോൾ വിചാരിക്കേണ്ട കാര്യങ്ങളുള്ളൂ. നമ്മുടെ ഒരു കിണറിന് വേലി കെട്ടുന്നത് പോലെ തന്നെയാണ് നമ്മൾ ബൗണ്ടറി വെക്കുന്നത്. ആർക്കും അപകടമില്ലാതിരിക്കാനാണ് ബൗണ്ടറി വെക്കുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിനും നമ്മളൊരു വാതിൽ വെക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ തീരുമാനിക്കുകയാണ് രാത്രി 10 മണി കഴിഞ്ഞാൽ ഞാൻ കോൾ എടുക്കുന്നില്ല എന്ന്. അപ്പൊ വിളിക്കുന്നവർക്ക് ദേഷ്യം വരും. അതെന്തിനാ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്? ഞാനല്ലെങ്കിൽ സാറാണേലും അങ്ങനെ വിചാരിക്കുന്നത് എന്തിനാണ്? എന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. എനിക്ക് അത്രയും സഹിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഉറക്കം കളയാൻ താല്പര്യമില്ല. എൻ്റെ ഹെൽത്താണ് എനിക്ക് പ്രധാനം. ഹെൽത്തി പീപ്പിൾ റെസ്പെക്ട് ബൗണ്ടറീസ്, അൺഹെൽത്തി പീപ്പിൾ ഗെറ്റ് ഒഫൻഡഡ് ബൈ ദം. ശരിയല്ലേ? ഒരു വീടിന് മതിലോ അല്ലെങ്കിൽ പറമ്പിന് വേലിയോ കിട്ടുമ്പോൾ പലർക്കും ദേഷ്യം വരാറുണ്ട്, ചുറ്റുമുള്ളവർക്ക്. അവരുടെ കന്നുകാലി കയറാതിരിക്കാനായിരിക്കും നമ്മൾ ചിലപ്പോൾ വേലി കെട്ടുന്നത്. അത്രേ ഉള്ളൂ ഈ ബൗണ്ടറി. ചിലപ്പോ അവരുടെ സഞ്ചാരപഥം ഇപ്പോ നമ്മൾ അടച്ചു കെട്ടിയതായിട്ട് അവർക്ക് തോന്നും. പക്ഷെ ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആക്കി മാറ്റാനാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആ ബൗണ്ടറിയെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. മുൻചിന്തനം എന്ന് പറഞ്ഞാല് പ്രീ കണ്ടംപ്ലേഷൻ. നമ്മൾ എങ്ങനെയാണ് മാറേണ്ടത്, എങ്ങനെ മാറ്റം ഉണ്ടാക്കാം. മുൻചിന്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ മാറ്റം വേണ്ട ആൾക്ക് നമുക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു പോലുമില്ല. പ്രീ കണ്ടംപ്ലേഷൻ. രണ്ടാമത്തേത് വിചിന്തനം, അത് കണ്ടംപ്ലേഷൻ. ചെറിയൊരു ബോധ്യം തോന്നുവാണ്, എനിക്ക് എന്തോ ചെറിയ ഡിസോർഡർ ഉണ്ടോ എന്നൊരു ചെറിയ സംശയം തോന്നുന്ന അവസ്ഥയാണ് വിചിന്തനം. മൂന്നാമത്തെ തയ്യാറെടുപ്പ്. നമ്മൾ പതുക്കെ മാറ്റത്തിന് വേണ്ടി മാനസികമായി തയ്യാറാകുകയാണ്. എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിക്കുന്നു, സഹായം തേടുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് വിവരങ്ങളൊക്കെ എവിടുന്ന് ഒരു എക്കോ വരുന്നുണ്ടല്ലോ സാറ്. നാലാമത്തെ പ്രവർത്തനം. യഥാർത്ഥ മാറ്റം തുടങ്ങുന്നു. പ്രവർത്തനത്തിലോട്ട് വരുവാണ്. യഥാർത്ഥ മാറ്റം തുടങ്ങുന്നു. പുതിയ തീരുമാനം നമ്മൾ എടുക്കുന്നു. പുതിയ പെരുമാറ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ബൗണ്ടറീസ് വെക്കുന്നു.
ഹെൽപ്പ് തേടുന്നു. പ്രവർത്തനത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ മാറ്റത്തിലേക്ക് വരികയാണ്. അഞ്ചാമത്തെ പരിപാലനം, മെയിൻ്റനൻസ്, മാറ്റം നിലനിർത്തുന്ന ഘട്ടമാണിത്. ഏത് നിമിഷവും പഴയ പെരുമാറ്റത്തിലേക്ക് നമ്മൾ പോകാം. പക്ഷേ നമ്മുടെ പഴയ പെരുമാറ്റം ചാടിപ്പുറത്ത് വരും. അത് അടച്ചു വെച്ച പോലെ ഇരിക്കില്ല. നമുക്ക് തിരിച്ചു പോകാതിരിക്കാൻ തുടർച്ചയായ ശ്രദ്ധ ആവശ്യമാണ്. അപ്പം ഇങ്ങനെ ഈ സ്റ്റേജിൽ കൂടെ പോയിട്ടാണ് മാറ്റം ഉണ്ടാകുന്നത്. ശരിയാണോ റോയ് സാറേ? ശരിയല്ലേ? യെസ്. നമ്മൾ ഏത് എല്ലാ സ്റ്റേജിലും കൂടെ പോയിട്ടാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. നമുക്ക് മീൻസ് ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റണം. അപ്പൊ ഏത് ഡിസോർഡറും ഈ സ്റ്റേജിൽ കൂടെ പോയാലും മാറ്റിയെടുക്കാം. ശരിയല്ലേ? യെസ്. വളരെ ശ്രമം വേണം. എല്ലാവരും ഒരേ ഘട്ടത്തിലല്ല. ഇപ്പം നമ്മൾ ഒരു 5 പേര് മാറാൻ തീരുമാനിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച് മാറിയല്ല, എല്ലാവരും ഒരേ ഘട്ടത്തിലല്ല. അതുകൊണ്ടാണ് മാറ്റം എല്ലാവരിലും ഒരുപോലെ കാണാത്തത്. അല്ലേ? സമയം എടുക്കൂലേ ചിലർക്ക്? ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ചിലർക്ക് കൂടുതൽ സമയം എടുക്കും. ശരിയാണോ? ശരിയല്ലേ സാർ? മാറ്റം വേണമെന്ന് ചിന്തിച്ചുറപ്പിക്കണം. അതെ, അതിന് അത് ഉറപ്പിക്കുന്നത് മുൻചിന്തനത്തിലല്ല, വിചിന്തനത്തിലാണ്. ചെറിയൊരു മാറ്റം വേണം തോന്നുന്നത്. അതിന് തയ്യാറെടുക്കുന്നു, പ്രവർത്തിക്കുന്നു, പരിപാലിക്കുന്നു. കറക്റ്റ് അല്ലേ? റിഫ്ലക്ഷൻ ആക്ടിവിറ്റി. നമ്മൾ ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കുക. പുറക്കെ പറയണമെന്നില്ല. തിങ്ക് ക്വയറ്റ്ലി. വേർ ഡു ഐ ഫീൽ ഇമോഷണലി സേഫ്? വേർ ഡു ഐ ഫീൽ ഡ്രെയിൻഡ്? റൈറ്റ് ആൻസർ, റോങ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ ഇല്ല ഇവിടെ. നമുക്ക് നമ്മുടെ പാറ്റേൺ കാണാൻ വേണ്ടിയുള്ള ഒരു നിമിഷം മാത്രമാണിത്. നമ്മളെ പരിശോധിച്ചാൽ മതി, ജഡ്ജ് ചെയ്യണ്ട. ചെയ്തോ സാറേ? നമ്മൾ എവിടെയാണ് ഡ്രെയിൻ ആവുന്നതെന്നും നമ്മൾ എവിടെയാണ് ഇമോഷണലി സേഫ് എന്നും നമ്മുടെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. മാറ്റട്ടെ? ക്ലോസിംഗ് തോട്ട്. യു ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഫിക്സിങ് അനദർ പേഴ്സൺ. നമ്മൾ ആരും വേറൊരാളെ ശരിയാക്കാൻ ബാധ്യസ്ഥരല്ല. യു ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്റ്റിംഗ് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ശരിയല്ലേ? സ്വയം സംരക്ഷിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ക്ലോസിംഗ് തോട്ട്. മറ്റുള്ളവരെ ശരിയാക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. Protecting my peace is not selfishness, it is necessary. Before you go home today, ഇവിടുന്ന് ഇപ്പം ഇതും കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണ്ടല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഒരു ചെറിയ കഥ പറയാം. ഒരു യാത്രക്കാരൻ രാത്രി, അവന് ഇരുട്ടിനെ ഭയം ഉണ്ടായിരുന്നില്ല. പോകുന്നതിന് മുമ്പ് അയാൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, ഒരു വിളക്ക്, മതിയായ എണ്ണ, മുന്നോട്ട് പോകാനുള്ള ഒരു നിശബ്ദ തീരുമാനം. അവൻ ഇരുട്ടിനോട് യുദ്ധം ചെയ്തില്ല, വെളിച്ചം സംരക്ഷിച്ചു, സ്വന്തം വെളിച്ചം സംരക്ഷിച്ചു. അപ്പം അത് മതി. നമ്മൾ സ്വന്തം വെളിച്ചം സംരക്ഷിച്ചാൽ മതി ഓരോരുത്തരും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു സെൽഫ് റിഫ്ലക്ഷനാണ് അവസാനം നമുക്ക് കിട്ടിയതല്ലേ. നമ്മളെ പേഴ്സണാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ, പാറ്റേൺസ് ഒന്ന് റിസർച്ച് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ. ഓക്കെ.
പുതുവർഷത്തിൽ സ്വയം ഒന്ന് തിരിച്ചറിയാൻ, പൂവാമയിലേക്ക് ഒന്ന് തിരിച്ചു വരാനുള്ളൊരു വലിയൊരു അവസരം. താങ്ക് യു മാം. വിജയരാമൻ സാർ തുടങ്ങും. വിജയരാം സാർ ഇതുവരെ ഒന്നും കേട്ടില്ല. പവൻ ടീച്ചർ അത്ഭുതപ്പെടുത്തി. വളരെ 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 നല്ലൊരു ക്ലാസ്. ഞാൻ ഈ പേഴ്സണാലിറ്റി മാമിന്റെ ആ ഒരു ഹെഡിങ് കേട്ടപ്പോ വളരെ താല്പര്യത്തോടു കൂടി തന്നെ വന്നേ. എനിക്ക് താല്പര്യമുള്ള വിഷയം അതുകൊണ്ട് മാം ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നു. അത് പിന്നെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നു. പറയുന്നത് കറക്റ്റ്, ശരിക്കും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നു. ഇടയ്ക്ക് തുടക്കത്തിൽ എനിക്ക് ചില സംശയമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. മാം പറഞ്ഞ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ മാറ്റാൻ പറ്റുന്നു. ഇപ്പൊ മോഡേൺ സൈക്കോളജി അങ്ങനെ പറയില്ലല്ലോ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഒന്നും മാറ്റാൻ പറ്റില്ല, അതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോട്ട് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് മാം തന്നെ കറക്റ്റ് ചെയ്തു. ഇടയ്ക്ക് വെച്ചിട്ട് ലാസ്റ്റിൽ എത്തിയപ്പോ മാം അത് കറക്റ്റ് ചെയ്തു. അതായത് വീണ്ടും ഈ പ്രോബ്ലം നിങ്ങൾക്ക് വരാം, അപ്പൊ അത് നിങ്ങൾ വീണ്ടും അതിനായിട്ട് വീണ്ടും ആ പ്രോസസ്സ് മാം പറഞ്ഞ ഒരു 5 സ്റ്റേജസിന്റെ പ്രോസസ്സ് വീണ്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇറ്റ്സ് ഓക്കെ. എങ്കിൽ കുറിച്ച് വെരി വെരി ഗുഡ് ക്ലാസ്. വളരെ വളരെ തോട്ട് പ്രൊവോക്കേറ്റീവ് ആയിട്ടും വളരെയധികം ഇതില് ചിന്തിക്കണം, കറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. ചെറിയ ചെറിയ പ്രശ്നമായിട്ട് തന്നെ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളിപ്പോ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റ് അല്ല, അതിലിപ്പോ ഒരുപാട് കാര്യങ്ങൾ മാം തന്നെ പറഞ്ഞ ഗ്യാസ് ലൈറ്റിങ്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ അതിന്റെ കാര്യം മാം ഒന്ന് സൂചിപ്പിച്ചോളൂ. അപ്പൊ അതൊക്കെ നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും എന്നുള്ളത് ആണ് മാം പറഞ്ഞു വരുന്നത്. അത് റൈറ്റ്, നല്ല കാര്യം തന്നെയാണ്. അപ്പോ വളരെ നല്ലൊരു കാര്യം. പക്ഷെ എനിക്കൊരു ചെറിയ സംശയം കൂടി മാമിനോട് ചോദിക്കാറുണ്ട്. മാം റെഫർ ചെയ്ത് എന്താണ്, ഏത് ഇതാണ് റെഫർ ചെയ്തതെന്നും കൂടി അറിയണമായിരുന്നു. ഇറ്റ് വാസ് എ വെരി വെരി നൈസ് ക്ലാസ്. ആദ്യം അവസാനം കൂടി പറയട്ടെ, നമ്മളൊരു കുട്ടികൾക്കൊക്കെ എടുക്കുന്ന ക്ലാസ് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫലപ്രദമുള്ളൂ. അല്ലാതെ അത് മറ്റേ ഈ ജാർഗൺ, ഈ വലിയ വലിയ സൈക്കോളജിയുടെ പദങ്ങളും അതും ഇതൊക്കെ വെച്ചിട്ട് ആളെ കൺഫ്യൂസ് ആക്കിയിട്ട് ഒരു കാര്യമില്ല. ഇതാവുമ്പോ കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലോട്ടെത്തും, അവർക്ക് കേൾക്കുന്നവർക്ക് ഗുണമുണ്ടാവും. അപ്പൊ വളരെ 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 നല്ല മാം. ഈ ക്ലാസ് ഒരുപാട് പേർക്ക് എടുക്കണം, മനസ്സിലായില്ലേ? സ്കൂളുകളിലും പിന്നെ കുട്ടികൾക്ക്, അതുപോലത്തെ അഡോളസൻസിന് ഇത് ഒരുപാട് എടുക്കണം. അവർക്ക് ഒരുപാട് വെച്ചുണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇറ്റ് വാസ് വെരി നൈസ്. അപ്പൊ എവിടെ റെഫർ ചെയ്തെന്ന് കൂടി മാം പറഞ്ഞതാ, അത് മാത്രം. ബാക്കി അതർവൈസ് ഇറ്റ്സ് വെരി വെരി നൈസ്. മാം എടുത്ത ക്ലാസ്സുകളിൽ വെച്ച് ഏറ്റവും നല്ല ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ട ക്ലാസ്സുകൾ വെച്ചിട്ട്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു വിജയരാമൻ സാർ. ഉലയനാൻ സാർ അൺമ്യൂട്ട് ചെയ്യും. മാമിന്റെ പല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു കൊണ്ടുപോയത് കറക്റ്റ് 8 മണിയാകുമ്പോൾ ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ളത് മാത്രം തരാനാണ് ശ്രമിച്ചത്. നമ്മുടെ ലൈഫ് ക്യാരക്ടർ പാറ്റേൺ അതെല്ലാം നമ്മൾ കൂട്ടുന്നത് മാത്രമല്ല, നമ്മുടെ മുന്നില് നമുക്ക് ലഭിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ തലമുറ കൈമാറിയതുമുണ്ട്. എൻ്റെ തറവാട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയത്, എൻ്റെ അച്ഛൻ അങ്ങനെയാണ് പെരുമാറുന്നത്, അതുകൊണ്ട് ഞാൻ ആ നിലയിലേക്ക് പെരുമാറിയില്ലെങ്കിൽ ഞാൻ രക്ഷകനാകും ഒരു ചിന്ത വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ, അച്ഛൻ പെരുമാറിയതിന്റെ അച്ഛൻ നല്ല രീതിയിലാണ് പെരുമാറുന്നത് കുട്ടി കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിലും 5 ചെറിയ കുട്ടികളുണ്ടെന്ന് പറയും. അതിൽ 3ാമത്തെ മോള് ചെറിയ കുട്ടി, അവൾ നടക്കും, പുറകിൽ കൈയൊന്ന് കുണുങ്ങി മുന്നോട്ട് പോകും. ഇപ്പോൾ 2 സാധനം പോകുന്നേ ഉള്ളൂ. ഈ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചത്, അവള് പതുക്കെ പുറകിൽ കൈകെട്ടി നടക്കുന്ന അതുപോലെ നടക്കാനുള്ളൊരു ശ്രമം അവിടെ ഉണ്ട്. നമുക്ക് അവിടെ അങ്ങനെ ഒരു കറക്ഷനിലേക്കൊന്നുമില്ല. സച്ച് അങ്ങനെ അങ്ങ് പോയാൽ അത് മതിയാവും. നമ്മുടെ സ്വഭാവം നമ്മൾ മറ്റുള്ളവരുമായി ഇന്റർപേഴ്സണൽ അത് നല്ല രീതിയിലാണോ
മോശം രീതിയിലാണോ എന്ന് അറിയാൻ കഴിയുന്നു. അതിന് നമ്മുടെ മനസ്സ് പെരുമാറ്റം ഒന്ന് ചിന്തിച്ചാൽ, എന്നോട് പെരുമാറിയാൽ ഇത് ശരിയല്ല, അങ്ങനെയെങ്കിൽ ഞാൻ പെരുമാറുന്നതും ശരിയല്ല. മാം അവസാനിക്കുമ്പോ പറഞ്ഞതാണ്, പതുക്കെ ഞാൻ മനസ്സിലാക്കി. അതിനനുസരിച്ചുള്ള പെരുമാറ്റം ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിക്കുകയും എനിക്ക് മറക്ക ഒരു വാർണിംഗ് തന്നിരുന്നു. അത് സ്ഥിരം കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം അത് ശരിയാണോ എന്ന്, ഞാൻ എന്ന്. ഒരു കുഞ്ഞു ഉദാഹരണം, നമ്മൾ തീവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണ എങ്കിലും ചില സമയത്ത് സാറിന്റെ വീഡിയോ ഓഫ് ആക്കിയാലോ സാറേ? അറിയാം. ഉലയന സാറിന്റെ വീഡിയോ ഓഫ് ആക്കിയാലോ? ഇച്ചിരി പറഞ്ഞ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇടുന്നുണ്ട്. ഉണ്ട് യെസ്, പറഞ്ഞോ. അപ്പൊ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? തീവണ്ടി കേൾക്കുന്നുണ്ട്. ആ തീവണ്ടി എന്തുകൊണ്ടാണ് നിർത്തിയതെന്ന് യാത്രക്കാരൻ തലയിട്ട് നോക്കുമ്പോൾ ഇൻ ഫ്രണ്ടിൽ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്. ആ ഡ്രൈവർ സാധാരണ നിർത്താത്ത സ്ഥലമായതുകൊണ്ട് ഞാനങ്ങ് പോവുകയാണെന്ന് പറഞ്ഞാൽ വലിയൊരു അപകടത്തെ ആയിരിക്കും നേരിടുക. അത് തന്നെയാണ് മനുഷ്യ സ്വഭാവത്തിലും. ആ റെഡ് മാം ആ ചുമന്ന അതിർത്തികളെ പ്രത്യേകം പറഞ്ഞു. ആ ചുമന്ന അതിർത്തികൾ എത്തുമ്പോൾ നാം ഒന്ന് നിർത്തുക, നമ്മുടെ സ്വഭാവത്തെ ഒന്ന് ചെറുതായിട്ട് പിടിച്ചു നിർത്തി അവിടെ ഒരു മാറ്റം വരുത്തിയ ശേഷം മുന്നോട്ട് പോകുമ്പോൾ അപകടമില്ലാതെ പോകും. വളരെ നല്ല രീതിയിലാണ് മാം ഇതെല്ലാം അവതരിപ്പിച്ചത്. കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ, റോയ് സർ. ഈ പേഴ്സണാലിറ്റിയുടെ ബാഹ്യമായതും ആന്തരികവുമായി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ആണെങ്കിലും മാഡം പറഞ്ഞത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് കൊടുത്തത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചു. പിന്നെ ജനിക്കുമ്പോൾ രൂപപ്പെടുന്നതല്ല, ഓരോ ദിവസവും രൂപപ്പെടുന്നതാണ് എന്ന് മാഡം പറഞ്ഞു. അതിൻ്റെ മേജർ പാറ്റേൺസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഈ ഹെൽത്തി പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന വിധത്തിൽ മാഡം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അവസാനം മാഡം പറഞ്ഞു വെച്ച് അതിനിടയ്ക്ക് മാഡം പറഞ്ഞു, എല്ലാം സഹിക്കുന്നതല്ല, തെറ്റായ പെരുമാറ്റം സഹിക്കുന്നത് അല്ല, അത് മനസ്സിലാക്കി നമ്മൾ അത് രൂപപ്പെടുത്തുന്നതാണ് എന്ന് പറയുന്ന കാര്യമൊക്കെ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. പിന്നെ മാഡം ഈ പേഴ്സണാലിറ്റി ചേഞ്ച് വരുന്നത് മുൻചിന്തനവും ചിന്തനവും തയ്യാറെടുപ്പും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പരിപാലനവുമാണെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സം ടോട്ടൽ എസൻസ് നമുക്ക് കിട്ടി. ഇത് വലിയ പേഴ്സണാലിറ്റിയുടെ ഒത്തിരി ട്രേറ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല, ഇതെങ്ങനെ നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിയിലെ കുഴപ്പങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് മാഡം തന്നത്. വളരെ ഇംപ്രസീവായിരുന്നു. വലിയ ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റിയെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവുകയല്ല, അത് എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് മാഡം പറഞ്ഞു തന്നു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ ഉള്ളേ? എലപ്പുള്ളി ഉണ്ട് അവിടെ. ആരാ? എലപ്പുള്ളി. ഇലപ്പുള്ളി അല്ലേ? ഇലപ്പുള്ളി ഉണ്ടോ? സുധാന ഡോക്ടർ ഉണ്ടോ? ആദ്യം തലയൊക്കെ ചെയ്യുകയായിരുന്നു. റോട്ടിൽ കൂടെ നടക്കുമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. തീർച്ചയായിട്ടും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോളാണ്. മറ്റുള്ളവർ പറഞ്ഞ്
നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൃത്യമായിട്ട് മാം ഉണ്ടാക്കി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. നമുക്ക് വിജയ് സാറ് ചോദിച്ചു എവിടുന്നാണ് റെഫർ ചെയ്തതെന്ന്. ഞാൻ ആ സാറിട്ട് തന്ന ആ ഒരു ഇതിലാണ് തുടങ്ങിയത്. ആ ഒരു പോസ്റ്റർ സാറിട്ട് തന്നായിരുന്നല്ലോ ക്ലസ്റ്റേഴ്സിന്റെ. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അപ്പൊ ഞാൻ അത് വെച്ച് എടുക്കാൻ നോക്കിയപ്പം അത് നമ്മള് ചെയ്യാൻ പാടില്ലേ എന്ന് എനിക്കൊരു സംശയം തോന്നി. കാരണം ഡോക്ടേഴ്സ് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ, എത്തിക്കലി കറക്റ്റ് അല്ലെങ്കിലോ എന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ജർമ്മനിയിൽ മോളുടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചായിരുന്നു. അങ്ങേര് പറഞ്ഞത് അങ്ങേരുടെ ഫാദർ ഭയങ്കര നാർസിസ്റ്റിക് സ്വഭാവമാണ്. അട്ടിക്കൊണ്ട് ആ ഒരു സ്വഭാവം അയാൾക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവമാണ് അവർ അനുഭവിച്ചത് വീടിന്റെ അകത്ത്. പുറത്ത് അധ്യാപകനൊക്കെയാണ് കാര്യമൊക്കെ ശരി. അപ്പൊ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഇങ്ങേര് വളരെ സാത്വികനും വളരെ നീറ്റും വളരെ നല്ല ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിയാ ജീൻ കിട്ടാഞ്ഞ്? ജീനിലൂടെയാണ് ഇത് വരുന്നതെന്ന് ആണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ജീൻ കിട്ടിയില്ല എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം അങ്ങേര് പറഞ്ഞു, എനിക്കിത് കണ്ട് ഈ സ്വഭാവം കണ്ട് മടുത്തു. അപ്പൊ നമ്മളും ഇങ്ങനെ തന്നെ ആകുവാനാണ് സാധ്യത എന്നാണല്ലോ വെപ്പ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ടീച്ചറെ, ഞാൻ ഈ സ്വഭാവം കാണിക്കൂല എന്ന് തീരുമാനിച്ചു. അപ്പൊ മാറ്റാമല്ലോ. തീർച്ചയായും ഇല്ലേ? ഇങ്ങനെ കുറെ അനുഭവങ്ങൾ എനിക്ക് ചില കാര്യങ്ങൾ എന്റെ ഒരു വല്ലാതെ എന്താ പറയാ, ഹൃദയത്തിൽ പതിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിന്റെ പുറകെ ഞാൻ പോകും. അത് അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ നിർമ്മലാനന്ദ സ്വാമിയുടെ കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ പറക്കിയെടുത്തോ ആണോ ഉണ്ടാക്കിയത്. അതൊരു കറക്റ്റ് ഓർഡറിലേക്ക് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നതാണ്. മാം 30 to 60% ഒക്കെ ഉള്ളൂ ജനറ്റിക്കലായിട്ടുള്ളൂ. എന്നുവെച്ചാൽ 30 എന്നും കൂട്ടാം 60 എന്നും കൂട്ടാം. എന്തെങ്കിലും അക്യൂട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ജനറ്റിക്കലി ഇഫക്റ്റ് ഉള്ളൂ. ബാക്കിയെല്ലാം സറൗണ്ടിങ്സ് ആണ്, എൻവറോൺമെന്റ് അല്ലെ വിജയരാമൻ സാറ്? അത് എനിക്ക് താങ്ക് യു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതിന്. ആ മെമ്പർ സാറ് പറഞ്ഞതേ, ഇപ്പൊ ഒരു കാര്യം പറയട്ടെ സാറ്. ഏറ്റവും ഹേറ്റ് ചെയ്യുന്ന ഇപ്പൊ അതാ ഓമന മെമ്മ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എല്ലാവരും ഏറ്റവും വെറുക്കുന്നത്. ഈ പണ്ടാരം പിടിച്ച ഇത്ത രീതിയിലാണ് എല്ലാവരും കരുതുന്നത് അതിനെ, അല്ലെ? അത്രയും ദ്രോഹം ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് അവര് അത്ര വ്യക്തികൾ. ശരി തന്നെ അല്ലെന്നും പറയുന്നില്ല. ഈ ഗ്യാസ് ലൈറ്റിങ്ങും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും. അപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഒരു സ്പെക്ട്രം ആണെന്ന് മെമ്പർ ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, സ്പെക്ട്രം ആണെന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഇതിന്റെ സത്യം. ഈ സ്പെക്ട്രത്തിന്റെ അകത്ത് ഉള്ളവരാണ് എല്ലാ മനുഷ്യന്മാരും. ഇഗ്നോന്റെ സിലബസിൽ വ്യക്തമായിട്ട് പറയുന്നു, ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ പാവങ്ങളാന്ന് അവർ പറഞ്ഞത്. അത് സിലബസില് പാവങ്ങളാണെന്ന്. അതിന് കാരണമുണ്ട് സാബു സാർ. ഇഗ്നോ സിലബസിൽ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പാവങ്ങളാണെന്ന് പറയാൻ കാരണം ഈ സ്പെക്ട്രത്തിലുള്ളവർ തന്നെയാണ് എല്ലാ മനുഷ്യരും. പക്ഷെ ഇതൊരു ഡിസോർഡർ ആകുമ്പോൾ ഇവര് മാത്രം ഒറ്റപ്പെടുത്തപ്പെടും. എല്ലാവരും ഇവരും ഒറ്റപ്പെടുത്തും. എന്നാൽ ഈ പാവങ്ങൾക്ക് ഇതിന്റെ ഈ പ്രശ്നം ഇതാണെന്നും പറഞ്ഞിട്ട് അത് പുറമേക്ക് പ്രകടിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്തൂടെ? അത് പറ്റുന്നില്ല ഇവർക്ക്. അതുകൊണ്ട് ഇവർ ഒറ്റപ്പെടുത്തും. സമൂഹം മുഴുവൻ ഈ പാവങ്ങൾ ഒറ്റപ്പെടുത്തും. അതാണ് സംഭവിക്കുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. എന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, ഇയാള്. പക്ഷെ ഈ പാവം ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് സമൂഹത്തിൽ എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. ആ പാവം സാറിന് അറിയാലോ, സാറ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അകത്തെ മാമന്നെ പറഞ്ഞു ജനറ്റിക് പ്രോബ്ലം കൊണ്ടാണ് ഇത് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഈ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഉണ്ടാവുന്നത്. ഹീസ് ഓൾസോ സ്ട്രഗ്ലിംഗ് ഇൻസൈഡ് ഹിസ് മൈൻഡ്, അല്ലെ? ആ മനുഷ്യന്റെ അകത്ത് വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അസുഖം കൊണ്ട്. അപ്പൊ ഇതൊരു ഈ സ്പെക്ട്രത്തിലകത്ത് കിടക്കുന്നതാണ് എല്ലാ മനുഷ്യന്മാരും എന്നാണ് ഇഗ്നോ പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു അവയർനെസ്സിലോട്ട് മാറാൻ ശ്രമിക്കാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്. മാറാൻ ശ്രമിക്കാനുള്ള വഴികൾ. ഐസൊലേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ ഉറപ്പല്ലേ? ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പേ അവര് മാറാൻ ശ്രമിക്കണല്ലോ. അല്ല സാർ, മാറാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. ശരിക്കും അവർക്ക് അവരുടേതായ ഒരു അക്സെപ്റ്റൻസിന്റെ പാർട്ടില്ലാതെ വരുമ്പോൾ അവരത് കറക്റ്റായിട്ട് അത് പിടിച്ചെടുക്കാൻ നോക്കും. കാരണം അവർക്കൊരു പാറ്റേൺ ഇപ്പൊ ജനറ്റിക്കലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
പിന്നെ അതൊരു ചേഞ്ച് വലിയ പാടാണ്. ഈ പക്ഷെ സാധാരണ വ്യക്തികൾക്ക് ഒരു മനുഷ്യ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ മാം? ഞാൻ പറയാം. എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ നാർസിസിസ്റ്റുകളോട് കുറച്ചൊക്കെ എനിക്കും ഇല്ലത്. എനിക്കുണ്ട് ഒരുപാട് അറ്റൻഷൻ സീക്കിങ്, എനിക്ക് ഒത്തിരി ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ അറ്റൻഷൻ സീക്കിങ് ഇല്ലാത്ത ആരാ ഇവിടെ ഉള്ളത് ഈ ഗ്രൂപ്പിലുള്ള അത് സാറേ പിന്നെ ഈ ബാലൻസ് ചെയ്യണല്ലോ. ബാലൻസ് നമ്മൾ ചെയ്യണം? പറഞ്ഞില്ലേ, അതെല്ലാം എല്ലാം നമുക്കുണ്ട്. നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അടുത്തിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. ഈ നാർസിസിസ്റ്റിക്കുള്ള ആൾക്കാർ, പിന്നെ സ്വയം ആത്മാനുരാഗം ഉള്ള ആൾക്കാർ, ഇതൊക്കെ ഒരു പരിധി വരെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. തനിക്കും മറ്റുള്ളവർക്കും ദ്രോഹമാകുമ്പോൾ മാത്രമേ ഡിസോർഡർ ആയിട്ട് വരുന്നുള്ളൂ. അതേ ഉള്ളൂ. അതങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ. സാറേ ഇതിങ്ങനെ പറയത്തില്ല, ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ പെട്ടെന്ന് നമുക്ക് ഈ പേഴ്സണാലിറ്റി പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. കാരണം അവർ ആ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സബ് കോൺഷ്യസ് ലൈനിൽ പോകും. കാരണം ഒരു ഗെയിമോ, ഇപ്പൊ കുട്ടികൾക്ക് ഗെയിമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ അത് ഭയങ്കര ആസ്വദിക്കും. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരു തേർഡ് പേഴ്സൺ കൃത്യമായിട്ട്, ഇപ്പോൾ നമ്മൾ കപ്പിൾ തെറാപ്പിയിലൊക്കെ വരുമ്പോൾ ഇതാ ചെയ്യുന്നത്. അവർക്ക് ചില ഈ സിമ്പിൾ ടെക്നിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്നിക്സിലൂടെ തന്നെ കൃത്യമായിട്ട്, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, പേപ്പർ ടെക്നിക്സ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. വേറെ ഒന്നുമില്ല, രണ്ട് സൈഡിലും പേപ്പർ പിടിച്ചിട്ട് അവരോട് പറയുക 5 മിനിറ്റ് നേരം പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ 5 മിനിറ്റ് നേരം എന്ന് വെച്ചാൽ ആ പേപ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിപരമായിട്ട് അവരുടെ രണ്ടുപേരുടെ എന്തോ വലിയൊരു കാര്യമായിട്ട് അതിനെ സിംബലൈസ് ചെയ്തിരിക്കുകയാണ്. അത് വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഇത് നോക്കുന്നത്. വിട്ടുകൊടുക്കുമ്പോൾ കുറേ ചേഷ്ടകളുണ്ട്. ഈ 5 മിനിറ്റ് നേരം ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ഇല്ല. പക്ഷെ ആ സമയം കൊണ്ട് നമുക്ക് ഇവർ ഈ നാർസിസ്റ്റിക് നേച്ചർ, എല്ലാ നേച്ചറുകളും നമുക്ക് മനസ്സിലാവും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഗെയിമിലൊക്കെ ചെല്ലുമ്പോൾ ഒരു വ്യക്തികളുടെ സ്വഭാവം പെട്ടെന്ന് അവർ നോർമൽ കോൺഷ്യസ് സബ് കോൺഷ്യസിലേക്ക് പോകുമ്പോൾ അവർ ഗെയിം ആക്ടിവിറ്റീസ് നല്ലോണം ഇഴുകുമ്പോഴാണ് ചിലർ നല്ലോണം ചിരിക്കും, ചിലർ ഭയങ്കരമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പിന്നെ അവരെ എത്രമാത്രം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അംഗീകാരമാണല്ലോ എല്ലാവരുടെയും ഒരു വിഷയം. അംഗീകാരം. അതുപോലെ തന്നെ ഇപ്പൊ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിനെ നമ്മൾ കോൺഫ്രണ്ട് ചെയ്യാന്ന് വെച്ചോളൂ. കോൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വളരെ ഇതായിട്ട് പ്രതികരിക്കും, വളരെ അല്ലേ. അവിടെ അംഗീകാരം പുള്ളിക്ക് കൂടുതൽ വേണ്ടി വരും. അപ്പൊ ഈ വ്യക്തി തന്നെ വിചാരിച്ചല്ലാതെ ഒരു രക്ഷയില്ല, അതൊരു സത്യമാണ്. അപ്പൊ ആ വ്യക്തി വിചാരിക്കണം. പക്ഷെ വിചാരിക്കാതെ കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉള്ള റിലേഷൻഷിപ്പില് ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ നാർസിസ്റ്റിന്റെ അടുത്ത് പോവുക. അങ്ങനെയുള്ള പാറ്റേൺ അവർക്കുള്ളത്. ഈ 2 പാറ്റേണും കൂടിയാണ് കൂടുകയാണ് ചെയ്യുന്നത്. അതാ ചെയ്യണത്. അതാണ് ട്രയാങ്കുലേഷനാണ് സംഭവിക്കുന്നത്. ഈ ട്രയാങ്കുലേഷൻ ഇല്ലാത്ത ഒരു കുടുംബവും ഇന്ന് ഈ ലോകത്തിലില്ല, അല്ലെങ്കിൽ ഒരു ബന്ധവും ഈ ലോകത്തിലില്ല. അപ്പൊ ഈ പാറ്റേൺ, ഓമനമ്മ പറഞ്ഞ പാറ്റേൺ എല്ലാവർക്കും ഉണ്ട്. ഈ പാറ്റേൺ ഒരു റെസിലിയൻസിന്റെ പാർട്ടുണ്ട്. അത് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകും. ഈ നാർസിസ്റ്റുകളെ മാത്രം പഴിക്കണ്ട. ഇല്ല, ഞാൻ എന്റെ ഭാര്യയായിട്ടുള്ള ബന്ധം നന്നായിട്ട് നിലനിർത്താത്തത് കൊണ്ടാണ് നാർസിസ്റ്റുകൾ അവിടെ വരുന്നത്. അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നെയായിട്ടുള്ള ബന്ധം നന്നായിട്ട് നിലനിർത്താത്തത് കൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ നാർസിസ്റ്റുകൾ വന്നിട്ട് ഇതുണ്ടാക്കുന്നത്, ട്രയാങ്കുലേഷൻ ഉണ്ടാക്കുന്നത്. അതിനാണല്ലോ ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യണത്. ട്രയാങ്കുലേഷന് വേണ്ടിയിട്ടാണല്ലോ ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് നാർസിസ്റ്റ്. അപ്പൊ അത് ഉണ്ടാക്കുന്നത് ഞാൻ കൂടി ശരിയാവായിട്ടാണ്. അല്ലെങ്കിൽ നാർസിസ്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അല്ല, ഞാൻ ശരിയായി, എന്റെ ബന്ധത്തില് ഒരു ഇതില്ല, ബന്ധത്തില് ആൻസൈറ്റി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വരുമ്പോഴാണ് ആ പാർട്ടി നാർസിസ്റ്റ് ആയിട്ട് കൂടുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നാർസിസ്റ്റ് അത് നോക്കിയിരിക്കുന്നത്. നാർസിസ്റ്റ് പരകായ പ്രവേശമാ അല്ലെ നാർസിസ്റ്റിക്. അപ്പൊ ഞാനും ശരിയല്ലല്ലോ. അല്ല, സെൽഫ് റിഫ്ലക്ഷൻ ആണ് ഏറ്റവും നല്ലത്. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും. കറക്റ്റ്. രണ്ടു കൂട്ടരും ഇപ്പൊ ടിഎയില് ഗെയിമിനെ കുറിച്ച് പറഞ്ഞ പോലെ ആ ഒരു പാറ്റേണൈസ്ഡ് കാര്യങ്ങളാണ്. അത് ശരി. ടി ആണ് ദ ബെസ്റ്റ്. അല്ല സാറേ, ടിയെ തന്നെ പറയുന്നില്ലേ, ഇത് ഈ സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരത് ചെയ്തേ പറ്റൂ. ഗെയിംസ് എന്ന് പറയുന്നത്. കാരണം ജീവിക്കാൻ മുന്നോട്ട് ഇത് വേണം. അടി നടത്തിയാലേ കിടന്ന് ഉറക്കം പറ്റുള്ളൂ. ടീച്ചറെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ക്ലാസ്സിൽ. അതായത് ഇതൊക്കെ വീണ്ടും വരും. നമുക്ക് അവയറാവാൻ മാത്രമേ വഴിയുള്ളൂ. അവയറായിട്ട് അതാ പറ്റിപ്പോയാ വീണ്ടും വന്ന് അവിടെ നിക്കാതിരിക്കാൻ എനിക്കാണ് കുഴപ്പമെങ്കിലും ഞാൻ ശ്രദ്ധിക്കണം. ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാ പറഞ്ഞത്. തിരിച്ചു വരാൻ സാധ്യതയുണ്ട്.
നമ്മൾക്ക് തിരിച്ചു വരും, പെട്ടെന്ന് അങ്ങ് അതെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ. പക്ഷെ അല്ല ഞാനത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാ പറഞ്ഞത്. ഉം, ഉം, ഉം. അല്ലേ? അതല്ലേ പിന്നെ നമ്മള് പിന്നെ പരിപാലനം എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ടീ അറിയാം. നീ വെച്ചാൽ നമ്മൾ ദേഷ്യപ്പെടാതിരിക്കോ, വഴക്കൂടാതിരിക്കോ, പ്രശ്നം ഉണ്ടാക്കുക ഒന്നും ചെയ്യുന്നില്ല. ആകെ ചെയ്യുന്നതിന്റെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഓ ഇച്ചിരി കൂടിപ്പോയി എന്ന് നമുക്ക് പെട്ടെന്ന് ശരി. തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി കൂടും. എന്നിട്ട് അതിനെ നമ്മൾ സോൾവ് ചെയ്യാനുള്ള മെക്കാനിസം ഉപയോഗിക്കാം. അതാണ് മറ്റവർക്ക് അതില്ല. അതില്ലാതെ അതാണ് അവിടെയാണ് അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അവയർനെസ് മാത്രമേ കിട്ടുള്ളൂ നമുക്ക്. അതായത് നമ്മളെ ഇമോഷൻസ് സ്പൈറലായിട്ട് വിഷ്വൽ സർക്കിളിലോട്ട് പോവില്ല, നമ്മളവിടെ പിടിച്ചെടുത്തു. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നു. ഇത്രേ ഉള്ളൂ. നമ്മളൊക്കെ ആ ഗെയിമിൽ നിന്ന് പുറത്തിയാടാൻ അറിയാം. അതെ അതെ അതെ. പക്ഷെ മറ്റുള്ളവർക്ക് അത് അറിയത്തില്ല. കളിക്കാതിരിക്കാൻ ഇപ്പോഴും അറിയില്ല നമുക്ക്. കളിക്കാതിരിക്കാൻ പറ്റത്തില്ല. കളിക്കും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കളിക്കും. വളരെ ഈസിയാണ് ഒരാളെ കളിപ്പിക്കാൻ. മനുഷ്യനാണല്ലോ. ആ മനുഷ്യനാണല്ലോ. അതാ മാം പറഞ്ഞത്. മാം എപ്പോഴും മാമിന്റെ ക്ലാസ്സുകളിൽ മുഴുവൻ നാർസിസ്റ്റുകളെ ചീത്ത പറയണ മാം. തമാശയായിട്ട് പറയുന്നുണ്ടോ മാം? പക്ഷെ ഈ നാർസിസ്റ്റ്, ഞാൻ അതാ പറഞ്ഞു തന്നെ, ഇഗ്നോ സിലബസിൽ പറയുന്ന യുവന്മാര് വെറും പാവങ്ങളാന്ന് പറയുന്നത്. സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തിയിട്ട് ഒരു ചേലാക്കി ഉള്ള ആൾക്കാരാണ് ഈ നാർസിസ്റ്റുകൾ. സാറേ ഈ ജനറൽ അവയർനെസ് കൂടി കഴിയുമ്പം നാർസിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ടേം, ഒരു പാറ്റേൺ, അതൊരു പദവിയായിട്ട് ഒത്തിരി പേർക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സിമ്പിൾ അവരെ നാർസിസ്റ്റ് പറഞ്ഞാൽ മതി. ഈ പറയും. ഇപ്പൊ നമ്മളൊരു കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത ലൈനിൽ ചോദിക്കും, ഒരു നാർസിസ്റ്റിക് നേച്ചർ അവർക്ക് പുള്ളിക്ക് ഉണ്ട് കിട്ടോ എന്ന് പറയും. പാവം, നാർസിസ്റ്റിക്കിന്റെ ഒറിജിനൽ നേച്ചർ ഇവർ കണ്ടാൽ ബോധം കിട്ടു വീടും, അത് വേറെ കാര്യം. പക്ഷെ ഇത് ഒരു നാർസിസ്റ്റിക് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന്, അതങ്ങനെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ മുദ്ര കുത്തുക എന്നൊക്കെ പറയത്തില്ലേ, ആ മുദ്ര കുത്തുന്ന ഒരു രീതിയിലേക്ക് ഒത്തിരി ആയിട്ട്. പക്ഷെ ശരിക്കുള്ള നേച്ചറുള്ള ആളുകളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് അവരായിട്ടൊന്നും ഒരു രീതിയിലും കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ സാധാരണക്കാരെല്ലാവരും പറയുന്ന ഒരു നാർസിസ്റ്റിക് നേച്ചർ ഉണ്ട് കേട്ടോ എന്ന് പറയും. എന്നതാ 1% 2% കാണത്തുള്ളൂ. പക്ഷെ ആ പേരിൽ അത് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്തു പോയി. അപ്പോൾ നമ്മളൊരു ക്ലാസ് എടുത്ത്, ഇപ്പം വിജയരാമൻ സാറ് നാർസിസ്റ്റിക് നേച്ചർ എന്നൊരു ക്ലാസ് എടുത്ത് നോക്കൂ, അതിൻ്റെ റേറ്റിംഗ് വളരെ കൂടുതലായിരിക്കും. കാരണം ആൾക്കാർ ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനത് നോക്കുന്നുണ്ട്. പക്ഷെ നാർസിസ്റ്റിക് ഡിസോർഡറിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഈസി അല്ല. അത് നല്ല വർക്കൗട്ട് ചെയ്യണത്. അല്ലാതെ കാരണം ഈ നാർസിസ്റ്റിക് ക്ലാസ് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഭയങ്കര റിലാക്സേഷനാണ്. കാരണം ആ ഒരു വ്യക്തിയിൽ കൊണ്ടിടാലോ എല്ലാം. എൻ്റെ കുഴപ്പമല്ല, അത് ആ വ്യക്തിയുടെ കുഴപ്പമാണ്. അങ്ങനെയൊക്കെയുള്ള പല പാറ്റേൺ ഉണ്ട് ഇതിൻ്റെ. ഞാനിപ്പോ സ്ത്രീകൾ നല്ലൊരു നല്ലൊരു സ്നോബായിട്ടുള്ള ഒരു സ്ത്രീ, അവരുടെ ഹോസ്പിറ്റലിൽ ജോലി പറ്റുന്നത്. അവര് തുറന്നു പറയണം അവരുടെ ഭർത്താവ് നാർസിസ്റ്റിക് ഡിസോർഡറുള്ള ആളാണ്. ഇപ്പൊ അവരെ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. ഡൈവേഴ്സ് ഇല്ലെന്നില്ല, എന്നാൽ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാനിതൊക്കെ ഈ പഠിച്ചിട്ടുണ്ടല്ലോ ഇതിനെ കുറിച്ച്. ഞാനൊക്കെ ആ വിളിച്ച് കേൾക്കുന്നു, ഒരു അക്ഷരം മുന്നില്ല. ഞാൻ പറയാം, ഈ കറക്റ്റായിട്ട് മുദ്രകുത്തപ്പെടുന്ന ഒരു നേച്ചർ ഉണ്ട്. ഇത്രയും പറഞ്ഞു ആ മാമിന്റെ അടുത്ത്, ഇത്രയും പറഞ്ഞു, മാം എന്നോട് തുടർന്ന് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഒന്ന്, ഇത് എന്താണെന്നറിയാം, ഇവര് പറഞ്ഞത് എന്താണെന്നറിയാം. രണ്ടാമത്, ഇവർക്ക് എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് ഇവരിത് പറഞ്ഞത് എന്ന് പറയാൻ. അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ കാര്യമാണ്, എല്ലാം ലേബലൈസിംഗ് ആണ്, ലേബലിംഗ് ആണ് കംപ്ലീറ്റ്. കാരണം ശരിയായ നാർസിസ്റ്റിക് ഡിസോർഡറുള്ള ആൾക്കാരൊന്നും ഇവരാരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. ഞാനും നിങ്ങളൊക്കെ നാർസിസ്റ്റിക്കിൽ ആ ഒരു സ്വഭാവം പലപ്പോഴും കാണിക്കും. നമ്മൾ എന്താ ചെയ്യുന്നറിയോ? ഒരല്പം പുറത്ത് പോയി തിരിച്ചു വന്നിട്ട് നമ്മുടെ കുടുംബത്തോട് എന്ത് ചെയ്യുന്നു, ഒരു സോറി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലേ, സാരില്ല കേട്ടോ എന്ന് പറഞ്ഞു തോളിൽ തട്ടു നോക്കി. അയാൾക്ക് നാർസിസം ഉണ്ടാവില്ല, അത് അനുഭവിച്ചവരപ്പം തന്നെ അത് വിട്ട് കളയും. എന്റെ അടുത്തേക്ക് ആ മനുഷ്യൻ, എന്റെ അടുത്തേക്ക്, അവർക്ക് അഭിമാനമാണ് ആ സമയത്ത്. കുടുംബത്തിലെ മക്കളുടെ അടുത്തേക്ക് ചെന്ന് നോക്കും, ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിലിപ്പ് എന്നോടൊരു ദയൊക്കെ ഉണ്ട്. ഇതാണ് അപ്പോളജി എന്ന് പറയുന്നത്. ഈ അപ്പോളജി പറയാൻ വലിയ നാണക്കേടല്ലേ? പ്രത്യേകിച്ച് സാറേ, നാർസിസ്റ്റിന്റെ ഏറ്റവും വലിയ അടവാണ് ഈ സാറ് പറഞ്ഞത്. നാർസിസ്റ്റ് ഒരിക്കലും നാർസിസ്റ്റ് എന്ന് പറയില്ല. അല്ലെന്ന് വ്യക്തമാക്കും. അതാണ് നാർസിസ്റ്റിന്റെ സ്വഭാവം. അതായത് നാർസിസ്റ്റുകൾ പിടിക്കുന്നത് ചെകുത്താൻ പാവികളെ പിടിക്കുന്ന പറഞ്ഞ പോലെ ഈ നാർസിസ്റ്റുകൾ പിടിക്കുന്നത് ബന്ധത്തില് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ്. അവരെയുള്ള പിടിക്കാം. അതിനുള്ള ഈ ട്രയാങ്കുലേഷനും ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ വരുന്നത്.
ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഞാൻ എപ്പോഴും ശരിയാണെന്ന് ആ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്. അപ്പൊ ആ, അവരെ തീർച്ചയായും നമ്മുടെ നമുക്ക് തീർച്ചയായും. കുട്ടിക്കാലം മുതലുള്ള ട്രയറ്റ്സ് അതാ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് തോറ്റു കൊടുക്കാൻ അതെ. പറ്റുമോ? അവർക്ക് ഇങ്ങനെയാണ് അവരുടെ വ്യക്തിത്വത്തിലെ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മളെ ഓഫീസുകളിൽ കണ്ടിട്ടില്ലേ, നമ്മളുടെയൊക്കെ മേലുദ്യോഗസ്ഥരുടെ എത്രയോ പേർക്ക് ഈ സ്വഭാവമുള്ളവരുണ്ട്. ഉം. വീടുകളിൽ ഓക്കെയാണ്. വീട്ടിലിപ്പോ ആ. മേലുദ്യോഗസ്ഥർ എത്ര പേരുണ്ട് പിടിച്ച മൊയിലിന് 3 കൊമ്പാണെന്ന് തന്നെ നിൽക്കും. ഒരു കോംപ്രമൈസും തരത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു മാം. മൊമൻ ടീച്ചർ, താങ്ക് യു. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.